Hello friends, Namaskaram. Good morning. Good morning. Okay. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നിങ്ങളെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജോർജ്, താങ്ക് യു. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ സെക്ഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതെ പുതിയതായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താവോ? ഇല്ല, എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് പോവല്ലേ? അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി ഇപ്പൊ 1-2 സെക്ഷൻസ് ആയി നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ എല്ലാവർക്കും അത് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ റൂൾസ്? ആരെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാവോ? എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ റൂൾസ്? ആരെങ്കിലും പറഞ്ഞോളൂ, മൈക്രോഫോൺ മ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? 1, 2, 3 വളരെ കുറച്ച് റൂൾസുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന റൂൾസുകളല്ലേ ഉള്ളൂ. എന്തൊക്കെയാണ് റൂൾസുകൾ? ആരെങ്കിലും പറ. ആർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ സ്ട്രാറ്റജിനെ കുറിച്ച്? ഫസ്റ്റ് 15 മിനിറ്റ്സ് നമ്മൾ വാച്ച് ചെയ്യുക, എന്നിട്ട് അപ്പർ വിക്കോ ലോവർ വിക്കോ അധികം ഇല്ലാത്ത ഒരു സ്ട്രോങ് ബോഡി ഉള്ള ക്യാൻഡിൽ സെലക്ട് ചെയ്യുക. പെർഫെക്റ്റ്, ഓക്കെ. എന്നിട്ട് ആ 15 മിനിറ്റിൽ നമ്മൾ ആ ക്യാൻഡിലിന്റെ ബോഡിയുടെ ടോപ്പും ബോട്ടവും മാർക്ക് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ചാർട്ട് നമ്മൾ 3 മിനിറ്റ്സിലേക്ക് മാറ്റുന്നു. ഓക്കെ. ഇനി ലോങ് പൊസിഷൻ ആണെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ അതിന്റെ ബോഡിയുടെ ടോപ്പ് എപ്പോൾ 3 മിനിറ്റ് ക്യാൻഡിൽ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു അവിടെ എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് ആ സ്ട്രോങ് ബോഡിയുടെ ലോവർ ലൈൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓപ്പണിൽ അല്ലേ? ആ ഒരു ക്യാൻഡിലിന്റെ ഓപ്പൺ പ്രൈസിലാണ് സ്റ്റോപ്പ് ലോസ്. ഇനി ഷോർട്ട് സെൽ ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് അത് മതി. അതിന്റെ നേരെ ഇൻവെർട്ടഡ് ഫോം സ്റ്റോപ്പില് നമ്മൾ ഷോർട്ട് സെൽ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനത് ചോദിക്കാൻ കാരണം ഒരാൾക്കെങ്കിലും ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി കാണും അല്ലെ? ഇറ്റ്സ് ഓക്കെ. താങ്ക് യു അനു, താങ്ക് യു. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ആ ബോഡിയിൽ ലോയിലല്ല വെക്കുന്നത്, ഓപ്പൺ പ്രൈസിലാണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ബുള്ളിഷ് ട്രേഡുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നിഫ്റ്റി ബാരിഷ് ആണെങ്കിൽ ബാരിഷ് ട്രേഡുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ നിഫ്റ്റി 50 സ്റ്റോക്സുകൾ അല്ലെങ്കിൽ സ്റ്റോക്സുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ അത് രണ്ടും കൂടി മനസ്സിൽ ഒരുമിച്ച് കണ്ട് നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു പെർഫെക്റ്റ് മറബസു ക്യാൻഡിൽ ബുള്ളിഷ് ആവട്ടെ ബാരിഷ് ആവട്ടെ അതിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ കുറച്ച് സ്റ്റോക്സുകൾ നോക്കി വരാം. അപ്പൊ നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റ് എങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഒരു നല്ല ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണതിൽ തെറ്റില്ല. ഇപ്പൊ നമ്മൾ അതിനു വേണ്ടി അധികം സമയം കളയുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും. അപ്പൊ നമുക്ക് കുറച്ചൊരു 10-20 സ്റ്റോക്കെങ്കിലും നോക്കിയിട്ട് അതിൽ ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊരു നല്ല ബെയറിഷ് മർബസു ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ കണ്ട് പവർ ഗ്രിഡ്. അപ്പോ പവർ ഗ്രിഡ് നല്ലൊരു ബെയറിഷ് മർബസു ക്യാൻഡിൽ ആയിരുന്നു. ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ ഇരിക്കണം ഒരു ബെയറിഷ് മർബസു ക്യാൻഡിൽ. അപ്പൊ ജസ്റ്റ് നമുക്കിതൊന്ന് റെഡ് ലിസ്റ്റിൽ ഇടാം. ഇതപ്പോ ഓൾറെഡി നമുക്ക് 33 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോയി നോക്കാം. 3 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ അത് ആ ഒരു 15 മിനിറ്റ് ക്യാൻഡിലിന്റെ ഫ്രെയിം, അതായത് ആദ്യത്തെ 5 ക്യാൻഡിൽ അല്ലെ? 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 ക്യാൻഡിൽ 1, 2, 3, 4, 5 അതിന് താഴെ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ
ട്രേഡ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ അത് വീണ്ടും 15 മിനിറ്റിലേക്ക് തിരിച്ചു വന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. 15 മിനിറ്റിന്റെ കാൻഡിലിന്റെ നമ്മുടെ ഓപ്പണും ക്ലോസും ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ എല്ലാവരും ഒരുപോലെ ചെയ്ത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഓപ്പൺ പ്രൈസ് ഒരു റെഡ് കളറിലും അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രൈസ് ഒരു ബ്ലൂ കളറിലും വരയ്ക്കുക. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാവരും ഒരുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ റെഡ് കളറിൽ വരയ്ക്കുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് എൻട്രി ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കും കിട്ടുക അല്ലെ? ഇപ്പോൾ നമ്മൾ 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ആ ബ്ലൂ ലൈനിന്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടായിരുന്നത്. ഇപ്പൊ അത് വിട്ട് കുറച്ചും കൂടി താഴേക്ക് പോയിട്ടാണ് നിൽക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല, ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ ആ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടാർജറ്റ് എത്രയാണ്? നമ്മൾ എത്ര രൂപയാണോ സ്റ്റോപ്പ് ലോസ്, അതായത് ഇവിടെ നിന്നല്ല നമ്മൾ അളക്കേണ്ടത്, ആ ബ്ലൂ കളറിൽ നിന്നല്ല നമ്മൾ അളക്കേണ്ടത്, നമ്മൾ എൻട്രി ചെയ്യുന്ന കാൻഡലിന്റെ ക്ലോസ് അവിടെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ അവിടെ നിന്ന് 2 രൂപ 15 പൈസ മേലെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ 2 രൂപ 15 പൈസ താഴെ തന്നെ നമ്മുടെ ടാർജറ്റ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും 2 രൂപ 15 പൈസയ്ക്ക് നോക്കുന്നേക്കാളും ഈ നടുക്ക് ഉള്ള ഈ ഒരു വാല്യൂ 1 ആയാൽ മതി. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്റ്റോപ്പ് ലോസ് റിസ്കിന്റെ സെയിം ടാർജറ്റ് എത്തുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ടാർജറ്റ്. അപ്പൊ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാർക്ക് ചെയ്യാം, റെഡ് ഗ്രീൻ ബ്ലൂ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പൊസിഷൻ ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ ഏതായാലും തെറ്റൊന്നുമില്ല, ഇതാ രണ്ടും കണക്ക് തന്നെയല്ലേ. അപ്പോൾ പൊസിഷൻ ടൂൾ എന്തായാലും നമ്മൾ വെക്കണം, കാരണം നമ്മുടെ എൻട്രി വ്യത്യാസമുണ്ട്. ബ്ലൂവും റെഡും എന്ന് പറയുന്നത് ആ ക്യാൻഡലിന്റെ ഓപ്പണും ക്ലോസും ആണ്, പക്ഷെ നമ്മളുടെ എൻട്രി ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ്. അപ്പോൾ എൻട്രീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് ടാർജറ്റിലേക്ക് വെക്കണം. ഓക്കെ, ഇതാണ് ബെയറിഷ് അല്ലെ, ബുള്ളിഷ് ബെയറിഷ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? നമ്മുടെ സ്ട്രാറ്റജി പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? നമ്മൾ സ്ട്രാറ്റജി പാർട്ട് ആദ്യം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് അതിന്റെ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് പോവാം. അതായത് ബ്രോക്കറുടെ പാനലിൽ പോയിട്ട് എങ്ങനെ ഓർഡർ ഇടും എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ സ്ട്രാറ്റജി പാർട്ട് എല്ലാവർക്കും പക്കയാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. പക്കയായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് അടിക്കാവോ? എല്ലാവരും അടിച്ചിട്ടില്ലല്ലോ? കൺഫ്യൂഷൻ ഉള്ളവര് അങ്ങനെയാണെങ്കിൽ ചോദിക്കുക, അത് ക്ലിയർ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തോന്നാണ് ആദ്യം ചോദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബുള്ളിഷ് മർബസു, ബെയറിഷ് മർബസു അതൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ സ്ട്രാറ്റജിയുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അല്ലെ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഇനി എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്കാണ് പോണത് അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ച് നമ്മളുടെ ആ ഒരു എൻട്രി എടുക്കേണ്ട സോണിന് കുറച്ച് ലേറ്റ് ആയി. നമുക്ക് വേറെ ഏതെങ്കിലും ചാർട്ടുകൾ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും 15 മിനിറ്റിലാണ് പോകേണ്ടത് അല്ലെ? 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇതൊരു ബെയറിഷ് മർബസും അല്ല, കാരണം ബോഡിയുടെ 10-1 താഴെ വാല് പാടുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? അത് അത്ര കിട്ടിയാൽ ബെസ്റ്റ്, അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് ഇതുപോലെ ഒരെണ്ണം എടുക്കാം. അപ്പൊ നമ്മൾ ഇത് അത്ര പെർഫെക്റ്റ് അല്ല. നമുക്ക് അടുത്തതൊന്ന് നോക്കാം. ചെറിയ വിക്കുള്ള ഒരു ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇത് കുഴപ്പമില്ല, ഇത് ബുള്ളിഷ് ആണ്. നമുക്ക് എന്തായാലും റെഡ് ലിസ്റ്റിലിട്ട് പോവാം. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വന്നത് എടുക്കാം. ബുള്ളിഷോ ബെയറിഷോ? ഹിൻഡാൽകോ ബുള്ളിഷ്. എന്തോ? ഹിൻഡാൽകോ എന്ന് പറയുന്ന ബുള്ളിഷ് ആണ്. ഹിൻഡാൽകോ അല്ലെ, നോക്കാം. ഓക്കെ, ഹിൻഡാൽകോ ബുള്ളിഷ് ആണ്. ഇത് കുഴപ്പമില്ല, ബോഡിയുടെ ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ നമ്മള് ഈ ബുള്ളിഷ് മർബസ് മാത്രമാണ് പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ ഹാമറും എടുക്കാം, കാരണം ഹാമറും നല്ലൊരു പാറ്റേൺ ആണ്. പക്ഷെ ഈ ഒരു ക്ലോസ് വിട്ട് ഒരുപാട് അകലേക്ക് പോവുകയാണെങ്കിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതലാവും അല്ലെ? ഓക്കെ, ഹിൻഡാൽകോ, ബജാജ് ഫിനാൻസ്, ഇത് കുഴപ്പമില്ല അല്ലെ? ബോഡിയുടെ ഒരു 5-1 ഓക്കെയാണ്, 10-1 ഉണ്ടെങ്കിൽ നല്ലത്. നമുക്കൊന്ന് നോട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ജിയോ ഡേവിസ്, വിപ്രോ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം.
വിപ്രോ ഒരു ബെയറിഷ് മർവസോ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ വിക്ക് ഉണ്ട് അല്ലെ, ബോഡിയുടെ പകുതിയൊക്കെ ഉണ്ട് വിക്ക്, പകുതിയിൽ മേലെയുണ്ട്. നമുക്കൊരു 5-ലൊന്ന് 10-ലൊന്നൊക്കെ കിട്ടണമെങ്കിൽ നല്ലതാണ്. ഇത് കുഴപ്പമില്ല, തെറ്റില്ലാത്തൊരു ക്യാൻഡിലാണ്, ഒന്ന് നോട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു മറബസും അല്ല. ഇവിടെ കണ്ടോ, ഇതൊരു ബെയറിഷ് മർബസുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബെയറിഷ് മർബസു ആണെങ്കിൽ റെഡ് കളർ ആണെങ്കിൽ താഴെ വിക്ക് പാടില്ല. ഇതിന്റെ മുകളിലാണ് വിക്കില്ലാത്തത്, പക്ഷെ താഴെയാണ് വിക്കില്ലാതിരിക്കുന്നത്. ഇത് ഓക്കെ അല്ലേ? സോളാർ ഇൻസ് ഇപ്പൊ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ? സോളാർ ഇൻസ് ഇതൊരു തെറ്റില്ലാത്തൊരു ബുള്ളിഷ് മർബസു ക്യാൻഡലാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ, നമ്മൾ നേരത്തെ കണ്ടത് ഒരു ബെയറിഷ് എക്സാമ്പിൾ ആണ്. ബുള്ളിഷ് എക്സാമ്പിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പൺ നമുക്ക് ഒരു റെഡ് കളറിൽ വരയ്ക്കാം, കാരണം ഇതായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുക. ക്ലോസിംഗ് പ്രൈസ് നമുക്കൊരു ബ്ലൂ കളറിൽ വരയ്ക്കാം. ഇതായിരിക്കും, ഇത് ബ്രേക്ക് ചെയ്യും, ഇത് ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ എൻട്രി. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സോളാർ ഇൻഡസ്ട്രീസിന്റെ 15 മിനിറ്റിന്റെ ചാർട്ടിലാണ്, മാർക്കരുത്. അപ്പൊ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ 3 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യാം. 3 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി കാണേണ്ടതാണ് ഈ ബ്ലൂ കളറിന്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണതായിട്ട് കാണേണ്ടത് അല്ലെ? ഇത് നമുക്ക് ഓൾറെഡി ഇപ്പൊ എടുക്കാൻ റെഡിയാണ്. ഫോർ എക്സാമ്പിൾ, അടുത്ത 3 മിനിറ്റ് കഴിയുമ്പോൾ 9:47 അടുത്ത ക്യാൻഡിൽ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നത് 48 അല്ലെ? അടുത്ത 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആവുക 48 അപ്പൊ നമ്മൾ ഇതുപോലൊരു ക്യാൻഡിലാണ് കാണുന്നതെന്ന് വിചാരിച്ചു. ഇതുപോലൊരു ക്യാൻഡിലാണ് കാണുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ബൈ ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ എൻട്രി പ്രൈസ്, ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 349 രൂപയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ടാർജറ്റ് 349 രൂപ തന്നെ നമ്മുടെ ടാർജറ്റ് അല്ലേ? ഈ ഒരു സ്റ്റോക്കിന്റെ പ്രശ്നം, ഇത് ബിഗിനേഴ്സിന് അത്ര ഫ്രണ്ട്ലി അല്ല, കാരണം ഏകദേശം 18,000 രൂപയാണ് നമ്മുടെ ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ്. അപ്പൊ സ്റ്റോപ്പ് ലോസ് 349 രൂപ നമുക്ക് റിസ്ക് ആണ് അല്ലെ? അപ്പൊ ബിഗിനേഴ്സ് എപ്പോഴും ഒരു 5,000 റുപ്പീസ് ക്യാപിറ്റലിനെങ്ങാനും ട്രേഡ് ചെയ്യാൻ നോക്കിയാൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഒരു ബുള്ളിഷ് എക്സാമ്പിൾ നമുക്കൊന്ന് കിട്ടി അല്ലെ? ഒരു ബെയറിഷ് എക്സാമ്പിൾ കണ്ടു, ഒരു ബുള്ളിഷ് എക്സാമ്പിൾ കണ്ടു. ഇനി നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിലേക്ക് പോകാം. അപ്പൊ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കണ്ടൊരു ബെയറിഷ് 15 മിനിറ്റ് ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ക്ലോസ്, ഓപ്പൺ പ്രൈസ്, ഇതാണ് നമ്മുടെ ക്ലോസ് പ്രൈസ്. ബ്ലൂ കളർ വരയ്ക്കുന്നു. ഇതിന് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ ഓൾറെഡി 15 മിനിറ്റിൽ 3 മിനിറ്റിലേക്ക് മാറി കഴിഞ്ഞ് ഇതിന് താഴെ ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഷോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ഇതൊന്ന് ലൈവ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യം സ്റ്റോപ്പ് ലോസ് വരച്ചിടാം, പിന്നെ ടാർജറ്റ് വരച്ചിടാം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം അല്ലെ? ഇപ്പൊ ശരിക്കും നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടിരുന്നത്. ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത് ഇവിടെയാണ് അല്ലെ? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ, ടാർജറ്റ് 1-1. ഓക്കെ, അപ്പൊ അതിന്റെ എൻട്രി പ്രൈസ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബജാജ് ഫിനാൻസ് എന്നുള്ള ഈ സ്പെല്ലിങ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്രോക്കറുടെ ആപ്പിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം, ബജാജ് ഫിനാൻസ്. ഇനി അതിൽ ബൈ ഉണ്ട്, സെൽ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം, വേണമെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ബൈയോ സെല്ലോ കൊടുക്കാം അല്ലെ? അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് സെല്ലല്ല കൊടുക്കണ്ടേ, ഷോർട്ട് അല്ല ചെയ്യണ്ടേ? ഓക്കെ, അപ്പോ ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാം? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ദിവസത്തെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ് അല്ലെ? ഓർഡർ ടൈപ്സുകൾ.
എല്ലാവർക്കും തറായോ ഓർഡർ ടൈപ്സുകൾ എന്താണെന്നുള്ളതൊക്കെ? ഇത് നമുക്ക് വെറുതെ ഞാനിങ്ങനെ ഒരെണ്ണം സെല് ചെയ്ത് നിങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ഓർഡർ ടൈപ്സുകൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നില്ല. ടാർഗറ്റ് വെക്കുന്നു, സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഒക്കെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ആ ബേസ്മെന്റ് നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ അതില് ഓർഡർ ടൈപ്സുകളിൽ? ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ഇതിൽ മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും SLM ഓർഡറും ആണ് അല്ലെ? SLL ഓർഡർ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാണുന്ന പ്രൈസിന് തന്നെ എക്സിക്യൂട്ട് ആവുക എന്നുള്ളതാണ് മാർക്കറ്റ് ഓർഡർ. അപ്പൊ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പൊ ഇവിടെ കാണുന്ന പ്രൈസ് ഫോർ എക്സാമ്പിൾ 1034 രൂപ 80 പൈസക്ക് തന്നെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഓർഡർ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ട്രേഡ് ചെയ്യേണ്ടത് മാർക്കറ്റ് ഓർഡറിലാണ്. ഇവിടെ നമ്മൾ ഇൻട്രാഡേ ഉണ്ട്, ഡെലിവറി ഉണ്ട്, രണ്ട് ചോയ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻട്രാഡേ സെലക്ട് ചെയ്യണം. അപ്പൊ ഏകദേശം എത്ര മാർജിൻ വേണം എന്നുള്ളത് ഇവിടെ കാണിക്കും. റിക്വയർഡ് മാർജിൻ 207 രൂപ 62 പൈസ. അപ്പൊ നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് ഇവിടെ കാണിക്കും 5312 രൂപ അല്ലെ? അപ്പൊ അതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പൈസക്ക് ട്രേഡ് എടുക്കാം. ഇപ്പൊ നമ്മൾ തൽക്കാലം ഒരു ക്വാണ്ടിറ്റി നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം അല്ലെ? ഒരു സെല്ല് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡറിനാണെങ്കിൽ അത് ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ബാക്കി ലിമിറ്റ് ഓർഡറിനോ അല്ലെങ്കിൽ SLM ഓർഡർ ആണെങ്കിൽ ആ വിലയിൽ എത്തുമ്പോൾ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഓർഡറിനാണ് അല്ലെ? അപ്പൊ ഇതിവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അതായത് ബജാജ് ഫിനാൻസിന്റെ ഇൻട്രാഡേ ഒരു സെൽ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റിയെന്നുള്ളത് കൂടെ കാണിക്കും. എത്ര രൂപയ്ക്കാണ് നമ്മൾ കിട്ടിയെന്നുള്ളതും കാണിക്കും. അപ്പൊ 1036 രൂപയ്ക്കാണ് കിട്ടിയത് അല്ലെ? അപ്പൊ നമ്മൾ വീണ്ടും ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വില ഇവിടെ അടിച്ചു വെക്കണം. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ടിട്ട് സെല് ചെയ്യുന്ന സമയത്ത് ആ വിലയ്ക്കൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമുക്ക് എത്ര വിലയ്ക്കാണോ കിട്ടിയെന്നുള്ളത് നമ്മൾ ഇവിടെ ഷോർട്ട് പൊസിഷൻ ടൂളിൽ വീണ്ടും അടിച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എത്ര രൂപയാണ് ലാഭം നഷ്ടം എന്നുള്ളത് ഇവിടെ കാണിക്കും. എത്ര ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബൈ ആണ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ വെറും 1 ആണ് കാണിക്കുക, ഗ്രീൻ കളറിലാണ് കാണിക്കുക. ഇപ്പൊ സെല്ലായതുകൊണ്ട് നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്തേക്കണതുകൊണ്ട് -1 ആണ് കാണിക്കുക. അപ്പൊ നിങ്ങളൊരു ട്രേഡ് എടുത്താൽ ഒന്ന് ഇവിടെ പോയി കൺഫേം ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ അറിയാതെ നമ്മൾ ഡെലിവറി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ? ആ ഇൻട്രാഡേക്ക് സ്വിച്ച് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഡെലിവറി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ പൊസിഷൻസിൽ പോയിട്ട് ഇതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യാം. നമ്മൾ എടുത്തേക്കുന്നത് ഇൻട്രാഡേ തന്നെയല്ലേ? നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി തന്നെയല്ലേ എടുത്തേക്കണത്? ആ സംഭവം എക്സിക്യൂട്ട് ആയിട്ടില്ലേ? തെറ്റി ലിമിറ്റ് ഓർഡറിൽ കിടക്കണമെങ്കിൽ അത് എക്സിക്യൂട്ട് ആവില്ല. അപ്പൊ അത് എക്സിക്യൂട്ട് ആയിട്ടില്ല എന്നൊന്ന് കൺഫേം ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് ട്രേഡ് എടുക്കാൻ വളരെ ഈസിയാണ് അല്ലെ? ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനും ടാർഗറ്റ് വെക്കാനാണ് പഠിക്കേണ്ടത്. ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എങ്ങനെ വെക്കും? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഈ പൊസിഷൻസിൽ തന്നെ വന്നിട്ട് ഇവിടെ ഡാഷ്ബോർഡ് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, പൊസിഷൻസ് ഉണ്ട്. നമ്മൾ എടുത്തിട്ടിരിക്കുന്ന ഇൻട്രാഡേ പൊസിഷൻസ്, ഈ പൊസിഷൻസ് എന്ന് പറയുന്ന ടാബിലാണ് കാണാം. അപ്പോൾ ഇവിടെ ഹോൾഡിങ്സ് ഉണ്ട്. ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഹോൾഡിങ്സിലാണ് കാണിക്കുക. നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യണമെങ്കിൽ പൊസിഷനിലാണ് കാണിക്കുക. അപ്പൊ ആ പൊസിഷനിൽ പോയിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ നമ്മൾ ഇവിടെ 3 ഡോട്ട്സുകൾ കാണിക്കുന്നുണ്ട്. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്സിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ബജാജ് ഫിനാൻസ് ബൈ ആണ് തന്നെ വരാം. കാരണം എന്താ? നമ്മൾ ഓൾറെഡി സെല് ചെയ്തേക്കാണ് അല്ലെ? നമ്മൾ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തിരിച്ചത് ബൈ ചെയ്യാന്നുള്ളതാണ് അല്ലെ? അപ്പൊ ബൈ ആണ് വരാം. അപ്പൊ നമുക്ക് ഇതിൽ 4 ഓർഡറുകൾ കാണാം. ആ ഓർഡറിൽ നമ്മൾ ഏതാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വോയിസ് ബ്രേക്ക് ആകും സാർ. ഏതാണ്? കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? വോയിസ് ബ്രേക്ക് ആകും. വോയിസ് ബ്രേക്ക് സ്ക്രീനും പോയി വോയിസും പോകുന്നുണ്ട് സാർ. എന്താണ്? വോയിസ് ബ്രേക്ക് ആയിട്ടാണോ കേൾക്കുന്നത്? ഒരു മിനിറ്റ് കേട്ടോ.
ആർക്കെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കാൻ വയ്യ. ഇല്ല. മനസ്സിലായല്ലേ? അതെ, വോയിസ് ബ്രേക്ക് ആയിട്ട് കേൾക്കണമെന്ന് പറയുന്നുണ്ട് ക്ലാസ്സിൽ. നെറ്റ് ഇഷ്യൂ എന്ന് തോന്നുന്നു. നെറ്റ് ഇപ്പൊ ഭയങ്കര കുറവാണ്. ഫോൺ എങ്ങനെ ഫോൺ കണക്ട് ചെയ്താൽ ഇതിലും സ്പീഡ് കുറയില്ല. എനിക്കൊരു പിടുത്തിലൊന്നും ഇവിടെ വരുമോ? ഇല്ല, നെറ്റ് ഭയങ്കര സ്പീഡ് കുറവാണ്. കഴിഞ്ഞ ദിവസം നെറ്റ് സ്പീഡ് കുറവായിരുന്നു. നോക്കി മാമിനോട് ഒന്ന് പറഞ്ഞോളൂ. ആണോ? ഓക്കെ, ഈ റൂമിന്റെ പ്രശ്നമായിരിക്കും. പൊതുവെ കിട്ടുന്നില്ല അല്ലേ? കഴിഞ്ഞ ദിവസം ഇതില് അതേ ബാച്ചിന് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന് സൂചിപ്പിച്ചോളൂ. ആർക്കെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടോ? ആ, ഫോണിൽ ഇപ്പോ ഞാൻ എന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ആർസ് കേൾക്കുന്നില്ലല്ലോ സാറേ. ഈ ഫോൺ കാണിക്കുന്നുണ്ട്. ആ, നമ്മുടെ ഫോണിന്റെ ഏതാണ് ഒരു മിനിറ്റ് ഞാൻ അവരോടൊന്ന് പറയട്ടെ. ഹലോ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. നെറ്റ്വർക്ക് കുറച്ചൊന്ന് സ്ലോ ആണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് കേട്ടോ. സെഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. 9:30 സ്റ്റാർട്ട് ചെയ്തു. എന്ത് ചെയ്യും? മാമിനോട് പറഞ്ഞു. കാരണം 2 ദിവസമായി. കഴിഞ്ഞ ക്ലാസ്സിലും ഇവന്മാരൊക്കെ തന്നെയായിരുന്നു ഇതേ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തില്ല. ആദ്യത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു. രണ്ടാമത്തെ ദിവസം നെറ്റിന്റെ ഇഷ്യൂ ആണ്. ഇപ്പൊ മൂന്നാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് പറഞ്ഞാൽ നന്നായി. ഇതിനൊരു സൊല്യൂഷൻ ഒന്നുമില്ലെങ്കിൽ ഈ റൂമിന്റെ പ്രശ്നമായിരിക്കും, അതോ ലാപ്പിന്റെ പ്രശ്നമാണോ, നമ്മുടെ ബ്രോഡ്ബാൻഡിന്റെ പ്രശ്നമാണോ? ഫോൺ കണക്ട് ചെയ്തിട്ട് സെഷൻ എടുക്കും. ഫോൺ കണക്ട് ചെയ്താൽ സ്ലോ ആയിരിക്കും. ഈ എന്റെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യണം. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക. രണ്ട് സെയിം ആയിരിക്കും അല്ലേ? ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ. അത് എല്ലാ നെറ്റ്വർക്കും ഓൾറെഡി വീക്കാണ്. ഇതില് ഹോട്ട്സ്പോട്ട് വൈഫൈ ഓൺ ചെയ്യണം. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കും. ഹോട്ട്സ്പോട്ട് അല്ലേ? ജസ്റ്റ് ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്യാം. എടുക്കാൻ പറ്റാറുണ്ടോ? നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ എടുക്കാൻ പറ്റാറുണ്ടോ ഇതില്? ഞാനിപ്പോ ഇൻ കേസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ചെയ്യാറില്ല. ടേൺ ഓൺ വൈഫൈ അല്ല. ഹോട്ട്സ്പോട്ടിൽ ഓൺ ആക്കി. ഇതല്ലേ IQ? അതിന്റെ പാസ്വേഡ് അറിയാമോ? ഇല്ല, ഇതിനുള്ളിൽ ഉണ്ടാവും. ഹോട്ട്സ്പോട്ടാ ഇതാണ് പാസ്വേഡ്. മാറ്റിയാലോ? മാറ്റാൻ പറ്റും. അത് എഡിറ്റ് ചെയ്തിട്ടേ സിമ്പിൾ പാസ്വേഡ് കൊടുത്തിട്ട് ഓക്കെ. must contain at least 8 characters. ഇപ്പൊ പാസ്വേഡ് അടിച്ചപ്പോഴേ കണ്ടുകൊണ്ട് നോക്കണം. വളരെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ടുണ്ട്. ചെക്ക് ചെയ്തൊക്കെ മോശമാണ്. ഫോണില് ഗൂഗിൾ മീറ്റ് സക്സസ്ഫുൾ ആവാറില്ല. വീഡിയോ ലാപ്ടോപ്പിന്റെ സ്ക്രീനല്ല ഷെയർ ചെയ്യുന്നത്.
ഓക്കെ എന്റെ ഫോൺ ആണല്ലേ? ഓക്കെ, സ്പീഡുണ്ട് തൽക്കാലം ചെയ്യില്ലേ? ഹലോ, ഇപ്പൊ എങ്ങനെയാണ്? വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. കേൾക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തു. ഇനി അതിന്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കാന്ന്, ടാർജറ്റ് എങ്ങനെ വെക്കാന്നുള്ളതാണ് അല്ലെ? ഇതിപ്പോ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക? ഇവിടെ പോയിട്ട് 3 ഡോട്ട്സിൽ അടിച്ചിട്ട് എക്സിറ്റ് കൊടുക്കുക അല്ലെ? എക്സിറ്റ് കൊടുക്കുമ്പോൾ ആ സെല് ചെയ്തത് തിരിച്ച് ബൈ ചെയ്യാനുള്ള ഒരു ഓർഡർ സ്ക്രീൻ പേജ്. ഷെയർ അല്ല സർ. എന്തോ സ്ക്രീന് കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ എങ്ങനെയാണ്? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൊസിഷൻസിൽ പോയി കാണാൻ പറ്റും നമ്മൾ എടുത്തേക്കുന്ന ട്രേഡ്, അതിന് ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഇവിടെ ഒരു 3 ഡോട്ട് കിടക്കുന്നുണ്ട് അല്ലെ? ഏറ്റവും റൈറ്റ് എൻഡില്. അപ്പൊ ഇതുമ്മ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് കൊടുക്കും അല്ലെ? അപ്പൊ നമ്മൾ ഓൾറെഡി ഷോർട്ട് പൊസിഷൻ ആണ് എടുത്തേക്കണത് എന്നുള്ളത് കൊണ്ട് ഇനി ഓൾറെഡി ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരാം. നമ്മൾ സെല് ചെയ്ത ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തിരിച്ച് ബൈ ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ബൈ ചെയ്യണ ഒരു ബട്ടൺ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഡർ പേജിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക അല്ലെ? ഇപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ 4 ഓർഡർ ടൈപ്സുകൾ ഉണ്ട്: ലിമിറ്റ്, മാർക്കറ്റ്, SL, SLM. അപ്പൊ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇപ്പൊ ഇത് ലിമിറ്റിൽ വന്നിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഏത് ഓർഡർ ചൂസ് ചെയ്യും? SLM. ഏതാണ്? SLM. SLM അല്ലെ? എല്ലാവർക്കും അറിയാവോ അത് എന്തുകൊണ്ടാണ് SLM വെക്കണം എന്നുള്ളത്? നോ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും SLM ഓർഡർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് ഓർഡർ പേജസിനെ കുറിച്ച്, ഓർഡർ ടൈപ്സിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. അപ്പൊ അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് SLM മോഡലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആദ്യം തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇതിന്റെ പിന്നിലുള്ള റീസൺസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക? ഫോർ എക്സാമ്പിൾ 1038 രൂപ 70 പൈസ അല്ലെ? അപ്പൊ 1038 രൂപ 70 പൈസ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ വയ്ക്കുക. അപ്പോൾ ഇവിടെ ഓർഡർ ഈസ് പെൻഡിങ് എന്നാണ് പറയുന്നത്. അതായത് ആ ഓർഡർ കംപ്ലീറ്റഡ് ആയിട്ടില്ല, അത് അവിടെ കിടക്കുന്നുണ്ട്. ഇനി ആ ഓർഡർ കാണണമെങ്കിൽ നമ്മൾ വീണ്ടും ഓർഡേഴ്സ് ടാബിലേക്ക് പോകണം. ആ ഓർഡേഴ്സ് ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം
താഴെ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സും മുകളിൽ ഓപ്പൺ ഓർഡേഴ്സും എന്ന് പറഞ്ഞിട്ട് രണ്ട് ലിസ്റ്റ് കാണാം. എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഈ ബജാജ് ഫിനാൻസ് നമ്മൾ ഓൾറെഡി ഇൻട്രാഡേയിൽ ഒരു ക്വാണ്ടിറ്റി സെൽ ചെയ്ത് കഴിഞ്ഞു, അത് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. അടുത്തത് ഇപ്പൊ നമ്മൾ വെച്ചേക്കുന്ന ഓർഡറാണ് മേലെ കാണിക്കുന്നത്, അത് എക്സിക്യൂട്ടഡ് ആയിട്ടില്ല, അത് സ്റ്റിൽ പെൻഡിങ് തന്നെയാണ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന അതിന്റെ മറ്റൊരു പര്യായമാണ് ഓപ്പൺ ഓർഡേഴ്സ്. ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ അതിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണുന്നത്. അപ്പൊ ഈ കിടക്കുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു പക്ഷേ മോഡിഫൈ ചെയ്യേണ്ട വന്നാലും മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമുക്ക് തോന്നി പ്രൈസ് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് തോന്നി കുറച്ചും കൂടി മേലെ സ്റ്റോപ്പ് ലോസ് വെക്കണം, ഇവിടെ വെച്ച് തെറ്റി അല്ലെങ്കിൽ ഇവിടെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് വീണ്ടും മോഡിഫൈ ഓർഡർ എന്നുള്ളൊരു ടാബിലേക്ക് പോവാം. അപ്പൊ നമ്മൾ മോഡിഫൈ അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ ടാബ് തന്നെയാണ് കിട്ടുക. നമുക്ക് ഇവിടെ വേണമെങ്കിൽ 10:40 ആയിട്ട് മോഡിഫൈ ചെയ്യാം. മനസ്സിലായോ? 10:39 40 ആയിട്ട് മോഡിഫൈ ചെയ്യാം. അപ്പൊ സാധാരണ നിലയ്ക്ക് നമ്മൾ മോഡിഫൈ ചെയ്യരുത്, മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. എന്നാലും മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഓൾറെഡി ഒരു വെച്ചൊരു ഓർഡർ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ 3 ഡോട്ട്സിൽ പോയിട്ട് വീണ്ടും മോഡിഫൈ ഓർഡർ കൊടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി ടാർജറ്റ് അടിച്ചു എന്ന് വിചാരിച്ചു, നമ്മൾ താഴേക്ക് പോയി ടാർജറ്റ് അടിച്ചു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മാനുവലി ഈ ഒരു സ്റ്റോപ്പ് ലോസ് വീണ്ടും ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് ഇൻട്രാഡേ ആയതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ 3:30 ആവുമ്പോൾ തന്നെ അത് ക്യാൻസൽ ആയി പൊക്കോളും. പക്ഷേ ഓൾറെഡി നമ്മൾ ഇവിടെ വന്ന് ടാർജറ്റ് അടിച്ചിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയി ഇവിടെ എത്തുമ്പോൾ ഒരെണ്ണം ബൈ ആവും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ക്യാൻസൽ ഓർഡർ കൊടുക്കണം, ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയണം അല്ലെ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ എങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നു എന്നുള്ളതും അത് മോഡിഫൈ ചെയ്യണതും ക്യാൻസൽ ചെയ്യുന്നതും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? സർ, ടാർഗറ്റ് പറഞ്ഞില്ല, അതൊന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ടാർഗറ്റ് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോ പഠിച്ചത് സ്റ്റോപ്പ് ലോസ് വെക്കണത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കണത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എവിടെയൊക്കെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഏത് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണോ എന്നുള്ളതാണ്. സർ, ട്രേഡിംഗ് വ്യൂല് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് വാല്യൂ ചേഞ്ച് ചെയ്യില്ലേ മോഡിഫൈ ചെയ്യാനായിട്ട്? അതെ. ഓക്കെ. അപ്പം അവിടുന്ന് ഒരു ഇന്റഗ്രേഷൻ ഇല്ലേ ഈ ടൂളിലേക്ക്? ഇത് വരത്തില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവലായിട്ട് ചെയ്യാം? ഇല്ല. ഇവിടെ നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ എന്ത് മാറ്റങ്ങൾ കൊണ്ടാലും നമ്മുടെ ബ്രോക്കറുടെ ടെർമിനലിൽ അത് മാറുന്നില്ല. ഇത് നമുക്ക് വിഷ്വലി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വരച്ചിടുന്നത്. പക്ഷേ നമ്മുടെ ബ്രോക്കറിന് ഇത് മനസ്സിലാവണമെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഏത് ലെവലിൽ എത്തുമ്പോൾ വിൽക്കണം എന്നുള്ളത് ബ്രോക്കറിന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ബ്രോക്കറുടെ ടെർമിനലിൽ തന്നെ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണത് അതിന് വേണ്ടി ഫസ്റ്റ് സ്റ്റോക്ക് ആണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റോക്ക് ആണോ സെറോദി ആണെങ്കിൽ ആ ബ്രോക്കറുടെ ടെർമിനലിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബ്രോക്കർക്ക് അത് മനസ്സിലാവുന്നത്. ആ ബ്രോക്കറാണ് ഈ ഓർഡർ എക്സ്ചേഞ്ചിലേക്ക് പാസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ട്രേഡിംഗ് വ്യൂ എക്സ്ചേഞ്ച് ആയിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ അല്ലേ? അപ്പോ ട്രേഡിംഗ് വ്യൂവിൽ വേണമെങ്കിൽ നമ്മുടെ ബ്രോക്കറായിട്ട് പല ബ്രോക്കേഴ്സ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ സാധാരണക്കാർക്ക് പറ്റിയതല്ല, അത് കോസ്റ്റ്ലി ആണ്. ട്രേഡിംഗ് വ്യൂ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ പ്ലാൻ ആണ് അല്ലെ. അപ്പൊ അതിന്റെ കോസ്റ്റ് സാധാരണ ആൾക്കാർക്ക് താങ്ങില്ല. പ്രൊഫഷണൽ പ്ലാൻസ് വളരെ കോസ്റ്റ്ലി ആണ്. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയോ? സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കുക? നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ഓർഡേഴ്സിൽ പോവാ. അപ്പൊ ഓർഡേഴ്സിൽ നമ്മൾ എടുത്ത ട്രേഡ് അവിടെ കാണാൻ പറ്റും അല്ലെ. ബജാജ് ഫിനാൻസ് ഒരു ക്വാണ്ടിറ്റി സെല്ല്, അതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ പോയ 3 ഡോട്ടുകൾ കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എങ്ങനെയാണോ സെല് ചെയ്തത് ആ സെല് ചെയ്ത സമയത്ത് വന്ന് ടാബിന്റെ ഒരു ബൈ വെർഷൻ ആണ് കാണാൻ പറ്റുക. കാരണം നമ്മൾ ഓൾറെഡി വിറ്റേക്കാണ്, ഇനി അത് തിരിച്ചു വാങ്ങണ്ടേ. ആ ബൈ വെർഷനിൽ പോയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പൊ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത്, ഏത് വിലക്കാണ് വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എവിടെയാണ് തീരുമാനിക്കുന്നത്? അത് ചാർട്ടിലാണ് തീരുമാനിക്കുന്നത്. ചാർട്ടിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു റെഡ് ലൈൻ വരച്ചിടണം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഷോർട്ട് പൊസിഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം അല്ലെ. അതിനുശേഷം ഇപ്പൊ 10:38 ആണെങ്കിൽ
₹1038 ആണെങ്കിൽ ആ വാല്യൂ അവിടെ അടിച്ചു കൊടുക്കാം മാനുവലി. ഓക്കെ, ഇനി അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. സാധാരണ നിലയ്ക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യണത് മുകളിലേക്കല്ല മോഡിഫൈ ചെയ്യുക, താഴത്തേക്കാണ് മോഡിഫൈ ചെയ്യുക അല്ലെ. മാർക്കറ്റ് നമ്മൾ എടുത്തു, നമ്മൾ വളരെ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ലാഭത്തിലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കയറ്റി വെക്കാം, പിന്നെ അന്ന് നമുക്ക് ലോസ് ഇല്ല അല്ലെ. അല്ലെങ്കിൽ ഒരു ഇതിന്റെ പകുതിക്ക് കയറ്റി വെക്കാം, അപ്പൊ അത്ര കുറവ് ലോസ് നമുക്ക് വരുള്ളൂ. അതിനെയാണ് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ ആരും അത് ചെയ്യണ്ട, അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടാർജറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അഡ്വാൻസ്ഡ് ട്രേഡേഴ്സ് പലപ്പോഴും കുറച്ച് ലാഭം കിട്ടി കഴിയുമ്പോൾ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാറുണ്ട്. അപ്പൊ ആ സ്റ്റോപ്പ് ലോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും നമ്മൾ ഓർഡേഴ്സിൽ പോകണം. അപ്പൊ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സും ഓപ്പൺ ഓർഡേഴ്സും നമുക്ക് കാണാൻ പറ്റും. എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സെല് ചെയ്ത ഓർഡറാണ്, ആദ്യം ചെയ്ത ഓർഡറാണ്. ഓപ്പൺ ഓർഡേഴ്സിലായിരിക്കും നമ്മൾ ഓൾറെഡി അതിന്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് കാണിക്കുക. അപ്പൊ അവരൊരിക്കലും അത് കാണിക്കില്ല. നമ്മുടെ മെയിൻ ഓർഡർ ഏതാണ്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഏതാണെന്നൊന്നും അതിൽ കാണാൻ പറ്റില്ല. അതിൽ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടും ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കണ്ടാവുക. അതിൽ ഓപ്പൺ ഓർഡേഴ്സിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ അല്ലെ, എക്സ്ട്രീം റൈറ്റ് സൈഡിൽ പോയാൽ വീണ്ടും 3 ഡോട്ട് കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യം എക്സിറ്റ് അല്ല കാണിക്കുക, മോഡിഫൈ ആണ് കാണിക്കുക. മോഡിഫൈ അല്ലെങ്കിൽ ക്യാൻസൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇനി ടാർജറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. ആ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിൽ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ വന്നിട്ട് മാനുവലി സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം, മാർക്കറ്റ് തിരിച്ചു കയറി പോയാൽ വീണ്ടും ഒരു ട്രേഡ് ബൈ ആവും. അത് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ലോസ് വരുത്തും. മനസ്സിലായി? പല ആൾക്കാർക്കും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അതൊരു ഹാബിറ്റ് ആണ്. നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ടാർജറ്റ് വെക്കുന്നു. ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാർജറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ചേക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർജറ്റ് വെച്ചെടുത്ത് നമുക്ക് ഒരു അലേർട്ട് വെക്കാൻ പറ്റും. അതുപോലെ സ്റ്റോപ്പ് ലോസ് വെച്ചെടുത്ത് നമുക്ക് ഒരു അലേർട്ട് വെക്കാൻ പറ്റും. ആ അലേർട്ട് എത്തുമ്പോൾ ബെല്ലടിക്കും, മൊബൈലിൽ ബെല്ലടിക്കും. ആ ബെല്ലടിക്കുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ടാർജറ്റിൽ ഇവിടെ നമ്മൾ ഒരു അലേർട്ട് സെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോ മാർക്കറ്റ് താഴേക്ക് പോയി ലാഭത്തിലേക്ക് പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിൽ ബെല്ലടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ബെല്ല് കേൾക്കുമ്പോൾ നമ്മൾ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യും. മോഡിഫൈ ചെയ്യല്ല ചെയ്യണം, ക്യാൻസൽ ചെയ്യും. ഇനി ചില സ്ട്രാറ്റജികൾക്ക് ഇപ്പൊ നമ്മൾ 1:1 ആണ് വെച്ചത്. 20 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ 20 രൂപ ടാർജറ്റ് ആണ് വെച്ചത്. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കാൻ പോകുന്ന പല സ്ട്രാറ്റജികൾക്കും ചിലപ്പോൾ 1:2 ഒക്കെ ആയിരിക്കും. അതായത് 20 രൂപ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ 40 രൂപയായിരിക്കും ടാർജറ്റ്. അപ്പൊ അത്തരത്തിലുള്ള കേസുകളിൽ അതിന്റെ പകുതി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കേണ്ട വരും. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യേണ്ട വരിക. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേസിൽ നമ്മൾ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് മാനുവലി ക്യാൻസൽ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് കണ്ടത്. സ്റ്റോപ്പ് ലോസിൽ പോവുക, ഇവിടെ ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കണ്ടാവുക, സ്റ്റിൽ അത് പെൻഡിങ് തന്നെയാണ്. അപ്പൊ ഇവിടെ വീണ്ടും 3 ഡോട്ട്സിൽ പോയിട്ട് ക്യാൻസൽ ഓർഡർ കൊടുക്കാം. ഇപ്പൊ ഞാനത് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ ഇവിടെ ക്യാൻസൽ ഓർഡർ കൊടുത്താൽ എന്താണ്ടാവുക, അത് ക്യാൻസൽ ആയി. അപ്പൊ എന്താ ഉണ്ടായി, ഓൾറെഡി നമ്മൾ വെച്ചത് ഒരെണ്ണം കംപ്ലീറ്റഡ് ആയി, ഒരെണ്ണം നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഓപ്പൺ ഓർഡേഴ്സ് സ്റ്റിൽ ഒന്നുമില്ല. ഇപ്പൊ ട്രേഡ് ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ട്രേഡ് ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഇവിടെ പോയിട്ട് എക്സിറ്റ് കൊടുക്കണം. വീണ്ടും ഇവിടെ പോയിട്ട് നമ്മൾ എത്രയാണ് അടിച്ചു കൊടുത്തത്, ഫോർ എക്സാമ്പിൾ 38 ആണെങ്കിൽ അത് വീണ്ടും നമുക്കൊരു SLM, ഇവിടെ ഒരിക്കലും SLM ഇടാൻ മറക്കരുത്, ഇവിടെ ലിമിറ്റ് ആയിരിക്കും കിടക്കണ്ടാവുക. അപ്പൊ SLMലേക്ക് സ്വിച്ച് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ച് ബൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ വീണ്ടും സ്റ്റോപ്പ് ലോസ് വരും. സാറേ പറഞ്ഞു. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഷോർട്ട് സെൽ ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ച് മറ്റേ എക്സിറ്റ് കൊടുത്ത് ഈ നമ്മള് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ലിമിറ്റ്, മാർക്കറ്റ്, SLL ആ 3 ഓപ്ഷനേ ഉള്ളൂ. SLM ഇല്ല ഇതിനകത്ത്. SLM ഇല്ല. ഏതാണ് ബ്രോക്കർ നിങ്ങളുടെ? ഫസ്റ്റ് സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ SLM ഇല്ലെങ്കിൽ SL കഴിഞ്ഞിട്ട് അവിടെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ചെക്ക് മാർക്ക് ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, മാർക്കറ്റ്. ഈ SLL ഞെക്കുമ്പോ താഴെ മാർക്കറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. SLL ക്ലിക്ക് ചെയ്തിട്ട് ചില ബ്രോക്കേഴ്സ് SL എന്നാണ് കാണിക്കുള്ളൂ. അതിന്റെ ഒപ്പം മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ചെക്ക് ബോക്സ് ഉണ്ടായിരിക്കും.
അപ്പൊ SL ക്ലിക്ക് ഉണ്ട്, ഉണ്ട്. SL ചൂസ് ചെയ്യുക, എന്നിട്ട് മാർക്കറ്റ് ചെക്ക് ചെയ്യുക. ചെക്ക് എന്ന് പറഞ്ഞാൽ ടിക്ക് ഇടാനുള്ള മാർക്കറ്റ് ടിക്ക് ചെയ്താൽ മതി. അതുണ്ട്. അപ്പൊ ഓരോ ബ്രോക്കേഴ്സും ഓരോ തരത്തിലായിരിക്കും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. മൊബൈൽ എടുക്കുമ്പോ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റോക്കിന്റെ മൊബൈലിൽ എടുക്കുമ്പോ എങ്ങനെ കാണിക്കുന്നത്? കാണിക്കുള്ളൂ. പിന്നെ പൊസിഷൻ എടുത്ത ഒരു ടാബ് ഉണ്ടായിരിക്കും. ആ പൊസിഷൻ എടുത്ത ടാബിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അവിടെ നമ്മൾ എടുത്ത പൊസിഷൻ കാണിക്കുന്നുണ്ടാവും. അതുമ്മ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. സർ, അലർട്ട് വെക്കുന്നത് മൊബൈലിൽ തന്നെ വെക്കണ്ടേ? അല്ലാണ്ട് ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ വെച്ചാൽ നമ്മളെ മൊബൈലില് അടിക്കില്ലല്ലോ. മൊബൈലിൽ വെക്കുന്നതാണ് സേഫ്. നമുക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ വെക്കാം, ഇതിന്റെ ഉള്ളിൽ തന്നെ വെക്കാം, ട്രേഡിംഗ് വ്യൂവിൽ വെക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നില്ലെങ്കിൽ, നമ്മളൊരു കോഫി കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അപ്പം അടിക്കണ്ടേ, അതിന് വേണ്ടി മൊബൈലിൽ വെക്കുന്നതാണ് സേഫ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞു. നമ്മൾ ഈ മാർക്കറ്റിൽ ടിക്ക് ചെയ്തു, അപ്പൊ താഴെ പ്രൈസ് അറ്റ് മാർക്കറ്റ് എന്നുണ്ട്. ട്രിഗർ പ്രൈസിന്റെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു കൊടുക്കണ്ടേ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഈ ഫസ്റ്റ് സ്റ്റോക്കിന്റെ മൊബൈൽ വെർഷൻ ഒന്ന് എടുക്കട്ടെ, ഇപ്പൊ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഇടാം, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. ഹലോ ഫ്രണ്ട്സ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ എൻ്റെ മൊബൈലിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യായിരുന്നു. അപ്പൊ മൊബൈലിൽ പോയി കഴിഞ്ഞാൽ താഴെ ഒരു 5 മെയിൻ പേജസ് കാണാം. ഡാഷ്ബോർഡ്, വാച്ച് ലിസ്റ്റ്, ഓർഡേഴ്സ്, പോർട്ട്ഫോളിയോ, പ്രൊഫൈൽ അല്ലെ. അതിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജിലേക്ക് പോവാം. നിങ്ങൾ ഓൾറെഡി മൊബൈൽ എടുത്ത് വെച്ചേക്കുന്ന ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പേജിലേക്ക് പോവാം. അപ്പൊ അതിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ പൊസിഷൻസും ഹോൾഡിങ്സും ആ പേജിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് സ്വിച്ച് ചെയ്യാൻ വേണ്ടി മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ ഹോൾഡിങ്സും റൈറ്റ് സൈഡിൽ പൊസിഷൻസും. അപ്പൊ ഞാൻ പറഞ്ഞു, ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടിരിക്കുന്ന സ്റ്റോക്കുകൾ മാത്രമേ കാണിക്കുള്ളൂ. പൊസിഷൻസിലാണ് നമ്മൾ ഇൻട്രാഡേ ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ കാണിക്കുക. അപ്പൊ അതിൽ പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ എടുത്ത ആ സ്റ്റോക്ക് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ എക്സിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 4 ഓർഡർ ടൈപ്സുകൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ മൊബൈലിൽ നമുക്ക് ലിമിറ്റ്, മാർക്കറ്റ്, SLL എന്ന് പറയുന്ന 3 ഓർഡേഴ്സ് ആണ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ സെലക്ട് ചെയ്യേണ്ടത് SLL ആണ്. നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ SLL എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക.
അപ്പൊ തൊട്ട് താഴെ തന്നെ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ഉണ്ടായിരിക്കും, ഒരു സ്ക്വയർ. അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ അവിടെ ഒരു ടിക്ക് വീഴും. ഓക്കെ, അപ്പൊ SLL പ്ലസ് M, അതാണ് SLM. അപ്പൊ SLL എന്ന് പറയുന്നത് ചൂസ് ചെയ്യാം, മാർക്കറ്റ് എന്ന് പറയുന്നത് ടിക്ക് ഇടുക. അപ്പൊ ഇവിടെ നമ്മളുടെ മൊബൈലിൽ കാണുന്ന മൊബൈലിൽ 4 ഓർഡർ സെപ്പറേറ്റ് കാണിക്കും. അപ്പൊ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഈ SLM അതിലുണ്ടായിരിക്കില്ല, SLL ആണ് ഉണ്ടായിരിക്കുക. പ്ലസ് ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു റെക്ടാങ്കിൾ ഉണ്ടായിരിക്കും, സ്ക്വയർ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ടിക്ക് ഇട്ടാൽ മതി, എന്നിട്ട് തിരിച്ച് ബൈ ചെയ്യും. അപ്പൊ ആ പ്രൈസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണതോ ഈ ട്രിഗർ പ്രൈസ് എന്നുള്ളിടത്താണ് എൻ്റർ ചെയ്യേണ്ടത്? ട്രിഗർ പ്രൈസ് എന്ന് Stop loss പറഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഇവിടെ പോയിട്ട് നോക്കണം എവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഫോർ എക്സാമ്പിൾ എവിടെയാണെങ്കിൽ അവിടെ എൻ്റർ ചെയ്യാം. ശരി, താങ്ക്സ്. ഓക്കെ, അപ്പോ ഇപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ കാണാപ്പാടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മളിതിൽ ആദ്യത്തെ ദിവസം അത് മനസ്സിലാക്കിയിരുന്നു, എന്തൊക്കെയാണ് ഓർഡേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ ഈ SLM ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പല ബ്രോക്കേഴ്സിൽ പലതരത്തിലായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മൊബൈലിലാണെങ്കിൽ SLM എന്ന് പറയുന്ന ഒരു ഓർഡർ ഇല്ല, SLL തന്നെയാണ്. അതിന്റെ കൂടെ മാർക്കറ്റും കൂടിയും ആഡ് ചെയ്യുമ്പോഴാണ് SLM ആവുന്നത്. അപ്പൊ ഇത് തമ്മിൽ നല്ല കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ബിഗിനേഴ്സിന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു സെൽ പൊസിഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മളൊരു ബൈ പൊസിഷന്റെ എക്സാമ്പിൾ കാണാം അല്ലെ. സെൽ പൊസിഷൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് പൊതുവെ, കാരണം നമ്മളിൽ ഇല്ലാത്ത സ്റ്റോക്ക് ആദ്യം സെല് ചെയ്യുന്നു. അപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നതുമായിട്ട് നേരെ ഇൻവെർട്ടഡ് ആയിട്ട് ചിന്തിക്കണം. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബൈ പൊസിഷനിലേക്ക് പോവാം. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാം. 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ ഒരു ബൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് കണ്ടുപിടിക്കാം. നമ്മൾ അതിനുവേണ്ടി കൂടുതൽ സമയം കളയുന്നില്ല, എന്തോ ആയിക്കോട്ടെ, ഒരു ചെറിയ ഈ ഒരു റേഞ്ച് നമുക്ക് ഉദാഹരണം മാത്രം മതി അല്ലെ. അപ്പൊ ഈ ഒരു റേഞ്ച് ആണ് നമ്മുടെ ക്യാൻഡലിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കണമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോണെന്ന് വിചാരിച്ചു. എൻട്രി അല്ലെ, ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കറക്റ്റ് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമല്ല ചെയ്യണത്, ഒരു സാമ്പിൾ മാത്രം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി ഒരു സാമ്പിൾ. ഇവിടെ നമ്മൾ ടാർജറ്റ് വെക്കുന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനാണ്. അപ്പൊ ഭാരതി എയർടെൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഭാരതി എയർടെലിന്റെ അബ്രിവിയേഷൻ അല്ലെങ്കിൽ ആ സിമ്പിൾ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഫോണിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ഓർത്ത് പേസ്റ്റ് ചെയ്യേണ്ടി വരും, തെറ്റാതെ പേസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഭാരതി എയർടെൽ കിട്ടി, ഒരു ബൈ പൊസിഷൻ നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ കാണാം ലിമിറ്റ്, മാർക്കറ്റ്, SL, SLM. അപ്പൊ ഇത് നമ്മൾ ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് വീണ്ടും ഒരു പുതിയ പഠനം. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങി തന്നെ പറയാം. മാർക്കറ്റ് ഓർഡർ നമ്മൾ പറഞ്ഞു വളരെ സിമ്പിൾ ആണ്. ഇപ്പോ NSEയിൽ ഓൾറെഡി ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1922 പൈസയ്ക്കാണ്. ആ പ്രൈസിന് ഇപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് മാർക്കറ്റ് ഓർഡർ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല നമുക്കുള്ളത്. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ മാർക്കറ്റ് ഓർഡറിന് വാങ്ങാം എന്ന് പറഞ്ഞെങ്കിലും അതല്ലാതെ മറ്റു പല ചോയ്സുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മാർക്കറ്റ് ഓർഡർ വളരെ സിമ്പിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലിമിറ്റ് ഓർഡറും SLM ഓർഡറും കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവാണ്. അപ്പൊ ഇത് രണ്ടും ഒരുപോലെയുള്ള ഓർഡേഴ്സ് ആണ്. ഈ ലിമിറ്റ് ഓർഡറിന്റെ ഒരു കണ്ണാടി വെർഷൻ ആണ് SLM ഓർഡർ. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 1000 രൂപയിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ ഭാരതി എയർടെൽ 1022 രൂപയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് താഴെയുള്ള ഒരു പ്രൈസിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇടുക. അതായത് ഇപ്പൊ നമുക്ക് വേണ്ട 1900 രൂപയ്ക്ക് നമുക്ക് വാങ്ങണം അല്ലെ, 1900 എത്തുകയാണെങ്കിൽ മാത്രം എനിക്കത് മതി എന്ന് പറഞ്ഞിട്ടൊരു ഓർഡറാണ് ലിമിറ്റ് ഓർഡർ. ഓക്കെ, നമുക്ക് അതൊന്ന് ഇട്ട് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ മാർക്കറ്റ് ഓർഡർ ഇട്ടപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്താണ് കാണിച്ചത്, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ല, പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം, മാർക്കറ്റ് ഓർഡറിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലിമിറ്റ് ഓർഡർ. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റന്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവുന്നു. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതപ്പോൾ എക്സിക്യൂട്ട് ആവുന്നില്ല, അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു മിസ്റ്റേക്ക് പറ്റരുത്, ഡെലിവറി മാറ്റി എപ്പോഴും ഇൻട്രാഡേ ആക്കാൻ നോക്കാം.
ഇൻട്രാഡേ ലിമിറ്റ് ഓർഡറിന് ബൈ ചെയ്യണം അല്ലെ. അപ്പൊ 1900 ആണ് ഇടുന്നത്. ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പ്രൈസിന് താഴെയുള്ള ഒരു പ്രൈസിനാണ് ബൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ ഓർഡർ പെൻഡിങ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റിൽ ഇത് വാങ്ങിയിട്ടില്ല. ഇത് 1900 വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഡൺ കൊടുത്തു. നമ്മൾ ഇനി ഓർഡേഴ്സിൽ പോയി. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ മുകളിൽ ഒരു സെക്ഷൻ ഓട്ടോമാറ്റിക്കലി കാണിക്കും. ഓപ്പൺ ഓർഡേഴ്സ് എന്നുകൊണ്ട് കാണിക്കും. അതായത് പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സിനാണ് ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി എക്സിക്യൂട്ട് ആവാതെ ഭാവിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഓർഡറാണ് ഓപ്പൺ ഓർഡർ. അപ്പൊ ഇവിടെ നമുക്ക് പോയാൽ കാണാം ഇൻട്രാഡേ ഒരു ക്വാണ്ടിറ്റി ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങാം. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇൻട്രാഡേയിൽ ഇപ്പൊ തൽക്കാലം പഠിച്ചത് ഒരു സ്ട്രാറ്റജിയാണ്. ഭാവിയിൽ നിങ്ങൾ പല പല സ്ട്രാറ്റജി യൂസ് ചെയ്തൊക്കെ ട്രേഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ബേസിക്കലി നമ്മൾ പലതരം ട്രെൻഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാർക്കറ്റ് സ്ട്രക്ചറിൽ അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു ബുള്ളിഷ് അപ് ട്രെൻഡിൽ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അതിന്റെ വളരെ വില കുറവിന് വരുമ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ പലപ്പോഴും പലരും നേരെ പോകുന്ന മാർക്കറ്റിൽ മാർക്കറ്റ് ഓർഡറിന് വാങ്ങാറില്ല. പലപ്പോഴും ആ മാർക്കറ്റ് ഇന്നൊരു പ്രൈസ് വരെ തിരിച്ചു വന്നാൽ, ഫോർ എക്സാമ്പിൾ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളതിന്റെ പകുതിയിൽ താഴെ വന്നാൽ മാത്രം എനിക്കത് മതി എന്നുള്ള തരത്തിൽ ഓർഡർ ഇടാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഓർഡർ ഇട്ട് മേടിക്കുന്നു, ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഇവിടെ നമ്മുടെ ടാർഗറ്റ് വെക്കുന്നു. അപ്പോൾ നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് ഓർഡർ ഇടേണ്ട ഒരു ആവശ്യത്തിനാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മോഡിഫൈയിലേക്ക് വരാം. അപ്പൊ വീണ്ടും ഇതന്നെ കാണിക്കും അല്ലെ. നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇനി അടുത്തൊരു ഓർഡർ എന്ന് പറയുന്നത് SLM ഓർഡർ. അപ്പൊ ഇതിന് നടുക്ക് നമ്മൾ SLL എന്ന് പറയുന്ന ഓർഡർ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടാവും. SLM ഓർഡർ എന്ന് പറയുന്നത് നിലവിലുള്ള പ്രൈസിന്റെ മേലെയുള്ള ഒരു പ്രൈസിൽ നിന്ന് വാങ്ങാനാണ് നമ്മൾ SLM ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രൈസിന്റെ താഴെയുള്ള ഒരു പ്രൈസിന് വാങ്ങാനാണ് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. നിലവിലുള്ള പ്രൈസിന്റെ മേലെയുള്ള ഒരു പ്രൈസിന് വാങ്ങാനാണ് SLM ഓർഡർ യൂസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് ഇവിടെ 1900 ഇട്ടതുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ആയത്, അത് പെൻഡിങ് ആയത്. തന്നെയല്ല നമ്മൾ 1950 ഇട്ടിരുന്നെങ്കിൽ ആ ഒരു ഓർഡർ ഒരു മിസ്റ്റേക്ക് ആണ്, അത് എക്സ്ചേഞ്ച് എടുക്കില്ല. അപ്പോൾ ഒരു എറർ മെസ്സേജ് കാണിക്കും. കാരണം എന്താ, നമ്മൾ നിലവിലുള്ള പ്രൈസിന്റെ മേലെയുള്ള ഒരു പ്രൈസാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രൈസിന്റെ താഴെയുള്ള ഒരു പ്രൈസ് മാത്രമേ അവിടെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നിലവിലുള്ള പ്രൈസിന്റെ മേലെ നിന്ന് വാങ്ങണമെങ്കിൽ നമ്മൾ SLM ഓർഡർ ആയിട്ട് ഇടണം. അപ്പൊ SLM ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള പ്രൈസിന്റെ മേലെ നിന്നിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ പർപ്പസ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ, എന്നാലാണ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് സാധാരണ ബ്രേക്ക് ഔട്ട് ട്രേഡ്സുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ബ്രേക്ക് ഔട്ട് ട്രേഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് മേഖലയിൽ മാർക്കറ്റ് പല പ്രാവശ്യം ഇങ്ങനെ തട്ടി തട്ടി കോൺട്രാക്ട് ചെയ്തതിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓർഡർ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SLM ഓർഡർ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഒരു ഫ്രഷ് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് വെക്കാനും അതേ ഓർഡർ തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഇപ്പോ പ്രൈസ് ഇവിടെ എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചോ. പ്രൈസ് പല പ്രാവശ്യം ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസിൽ ഇങ്ങനെ തട്ടി തട്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ ഇനി ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കതൊരു ബ്ലൂ കളറിൽ വരയ്ക്കാം. നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ നമുക്ക് മേലെയുള്ള ഒരു പ്രൈസിനാണ് നമുക്ക് വാങ്ങേണ്ടത് അല്ലെ. മേലെയുള്ള ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് അതിന്റെ മേലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് മേടിക്കണം. പക്ഷെ നമുക്ക് നോക്കിയിരിക്കാനുള്ള ക്ഷമയില്ല. അതൊരു പെൻഡിങ് ഓർഡർ ആയിട്ട് നമുക്ക് ഇട്ട് വെക്കാനാണ് താല്പര്യം. അപ്പൊ നമ്മൾ എവിടെയാണ് ഓർഡർ ഇടുന്നത്, ഇവിടെയാണ് ഓർഡർ ഇടുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴാണോ മാർക്കറ്റ് മൂവ് ചെയ്ത് ഈ ഒരു ബ്ലൂ ലൈനിൽ എത്തുന്നത്, നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു പ്രൈസ് ലെവലിൽ എത്തുന്നത്, അപ്പോൾ അത് തന്നെ കയറി മേടിച്ചോളും. നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിനാണ് നമ്മൾ SLM ഓർഡർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം. നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ലിമിറ്റ് ഓർഡർ, നിലവിലുള്ള പ്രൈസിന്റെ മേലേന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് SLM ഓർഡർ. ഓക്കെ, അത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കറക്റ്റ്. SLM is a price higher to the market price. പെർഫെക്റ്റ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണാം. വിൽക്കേണ്ട കാര്യം, അതായത് ഷോർട്ട് സെൽ ചെയ്യേണ്ട കാര്യം കാണാം. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഷോർട്ട് സെൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്.
സെൽ ഓർഡറിൽ സംഭവിക്കുന്നത്. ബൈ ഓർഡറിൽ എങ്ങനെയാണോ അതിന്റെ ഒരു കണ്ണാടി വെർഷനാണ് സെൽ ഓർഡർ അല്ലെ. അപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് നമുക്ക് വിൽക്കണം എന്ന് വിചാരിക്കാം. ഏത് ഓർഡർ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ട വരാ? ലിമിറ്റ് ആണോ SLM ആണോ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റ് അല്ലെ നിഷാദ്? അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് ഒരു 1000 രൂപയുടെ സ്റ്റോക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് റിവൈസ് ചെയ്യാം. 1000 രൂപയിൽ ഒരു സ്റ്റോക്ക് നിൽക്കുന്നു. നമുക്ക് 990 വാങ്ങണമെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇടോ SLM ഓർഡർ ഇടോ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ലിമിറ്റ് ഓർഡർ ഇടോ SLM? ലിമിറ്റ് ഓർഡർ ഇടോ. ഇനി 1010 രൂപ ക്രോസ് ചെയ്യുമ്പോൾ വാങ്ങണമെങ്കിലോ, 1010 രൂപ എത്തുമ്പോൾ വാങ്ങണമെങ്കിലോ ഏത് ഓർഡർ ഇടും? ലിമിറ്റ് ഓർഡർ ഇടോ SLM ഓർഡർ ഇടോ? അല്ലെ? എല്ലാവർക്കും SLM അല്ലേ GTT എന്ന് പറയുന്നത്? കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ? GTT ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ട് കാണാം. അതൊന്നും ഇതായിട്ട് ഒരു ബന്ധമില്ല. GTT ഇതായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഓക്കെ, അത് വേറൊരു ടൈപ്പ് ഓർഡർ ആണ്. അപ്പോ ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മളിപ്പോ പറയുന്നത് ബൈ പൊസിഷന്റെ കാര്യമാണ്. 1000 രൂപയിൽ പ്രൈസ് നിൽക്കുമ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1000 ആണ്. നമുക്ക് 990 എത്തുമ്പോഴേ വേണ്ടു എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ചിനോട് പറയേണ്ടത് ലിമിറ്റ് ഓർഡർ ആണ് ഇടേണ്ടത് അല്ലെ. ഇനി നമുക്ക് 1010 എത്തുമ്പോഴാ മതി. ഇപ്പൊ 1000 നിൽക്കുന്നത്, 1010 ക്രോസ് ചെയ്യുമ്പോൾ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെക്കേണ്ടത് SLM ഓർഡർ ആണ്. അപ്പൊ അത് ക്ലിയർ ആയ നിലയ്ക്ക് ഇനി സെല്ലിന്റെ കാര്യം, ഇതേ വിലയിൽ നിന്നുകൊണ്ട് തന്നെ സെല്ലിന്റെ കാര്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ്. 1000 രൂപയിൽ ഇപ്പൊ പ്രൈസ് നിൽക്കുമ്പോൾ അതിൽ മേലുള്ള ഒരു വിലയ്ക്ക് നമുക്ക് സെല് ചെയ്യണമെങ്കിൽ ഏത് ഓർഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുക? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. ലിമിറ്റ് ഓർഡർ. ലിമിറ്റ് ഓർഡർ അല്ലെ? ലിമിറ്റ് ഓർഡർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ അത് 1000 രൂപയിൽ നിൽക്കുമ്പോൾ 1000 താഴെയുള്ള ഒരു പ്രൈസിൽ സെല് ചെയ്യണമെങ്കിൽ, ഷോർട്ട് സെല് ചെയ്യണമെങ്കിൽ ഏത് ഓർഡർ യൂസ് ചെയ്യാം? SLM അല്ലെ? ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിന്റെ പർപ്പസ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നമ്മൾ കണ്ടു, ഒരു അപ് ട്രെൻഡില് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യണത്. ഇതാണ് നമ്മുടെ ലിമിറ്റ് ഓർഡർ അല്ലെ? അതേ സാധനം തന്നെ നേരെ തിരിച്ചിട്ട് നോക്കിയേ. ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്രീമിയത്തിലാണ് നമ്മൾ സെല് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴും പ്രീമിയത്തിൽ നിന്നാണ് സെല് ചെയ്യാൻ ആഗ്രഹിക്കുക അല്ലെ? നമ്മൾ ബൈ ചെയ്യണ ഒരു ബയർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്നാണ് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പൊ പ്രൈസ് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മളൊരു പ്രീമിയം വിലക്ക് എത്തുമ്പോൾ അല്ലെ, ഒരു പ്രീമിയം വിലക്ക് എത്തുമ്പോൾ നമ്മൾ സെല് ചെയ്യാൻ ആഗ്രഹിക്കുമെങ്കിൽ, പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, അതിന്റെ മേലെയുള്ള ഒരു വിലക്ക് എത്തുമ്പോൾ നമുക്ക് സെല് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ആ ഒരു കേസിലാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുക. ഇനി നേരെ മറിച്ച് SLM ഓർഡർ സെല് ചെയ്യാൻ എവിടെയാണ് യൂസ് ചെയ്യുക? ഒരു ബെയറിഷ് ബ്രേക്ക്ഔട്ട് സിനാറിയോയിലാണ്. നമ്മൾ നേരത്തെ കണ്ടത് ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് ആണ് അല്ലെ? റെസിസ്റ്റൻസിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് അവസാനം പൊട്ടുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നു. ബുള്ളിഷ് ബ്രേക്ക്ഔട്ട്. നേരെ ഓപ്പോസിറ്റ് ബെയറിഷ് ബ്രേക്ക്ഔട്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ചാർട്ട് പാറ്റേൺസ് ഒക്കെ. ഫോർ എക്സാമ്പിൾ ഡിസെൻഡിങ് ട്രയാങ്കിൾ, മാർക്കറ്റ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യാണ് അല്ലെ? ഇങ്ങനെ പൊട്ടാറായി നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യണ സമയത്ത് നമുക്ക് സെല് ചെയ്യണം. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്, പക്ഷെ ഇത് അവിടെ ഒരു ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നോക്കിയിരിക്കേണ്ട, എപ്പോഴെങ്കിലും ഈ ഒരു പ്രൈസ് ലെവലിനെ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലായിക്കും. അതിന് വേണ്ടിയിട്ടാണ് SLM ഓർഡർ യൂസ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നാലും നിങ്ങൾ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ, ഇത് നാലും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ. ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഇത് പിറ്റേ ദിവസത്തേക്ക് ഇത് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതിനൊരു ക്വിസ് തന്നെ വേണം അല്ലെ? അപ്പൊ ഞാനൊരു ക്വിസ് നടത്താം. നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയാൻ നോക്കാം. നിലവിലുള്ള ഒരു പ്രൈസിന്റെ മേലേന്ന് വിൽക്കാൻ നമ്മൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? ലിമിറ്റ് ഓർഡർ. ഫാസ്റ്റ് ആയിട്ട് പറയാൻ നോക്കാം. നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വിൽക്കാൻ? നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് വാങ്ങാൻ? നിലവിലുള്ള പ്രൈസിന്റെ മേലേന്ന് വിൽക്കാൻ? മേലേന്ന് വിൽക്കാൻ? അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പോയി ചെയ്യേണ്ട കാര്യം, ഈ ഒരു കാര്യം നോട്ട്ബുക്കും പാനും എടുത്തിട്ട് ഹയർ പ്രൈസിന് ബൈ ചെയ്യാൻ, ലോവർ പ്രൈസിന് ബൈ ചെയ്യാൻ, ഹയർ പ്രൈസിന് സെല് ചെയ്യാൻ, ലോവർ പ്രൈസിന് സെല് ചെയ്യാൻ, ഏത് ഓർഡർ? 4 ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അത് ഫില്ല് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ,
അപ്പൊ ഇത് തന്നെയാണ് ഇതിന് നിവൃത്തിയുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. ടാർജറ്റ് വെക്കുന്ന കാര്യം നമുക്ക് അറിയണ്ടേ, എങ്ങനെയാണ് ടാർജറ്റ് വെക്കാന്ന് അറിയണ്ടേ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ നോക്കുന്ന കാര്യം, നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോക്ക് ബൈ ചെയ്താൽ അത് സെല്ല് ചെയ്യണമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്. നമ്മളൊരു സ്റ്റോക്ക് നമ്മളൊരു ഭാരതി എയർടെൽ ഇവിടെ നിന്ന് ബൈ ചെയ്തു എന്ന് വിചാരിച്ചു അല്ലെ. അഥവാ പ്രൈസ് നമ്മൾ വിചാരിക്കാത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. അതല്ലേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ നിലവിലുള്ള പ്രൈസിന്റെ താഴേന്ന് സെല്ല് ചെയ്യാൻ ഏത് ഓർഡറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? SLM. മനസ്സിലായോ? അപ്പൊ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ നമ്മൾ SLM ഓർഡറാണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഓൾറെഡി സെല്ല് ചെയ്തു എന്ന് വിചാരിച്ചു, നമ്മളൊരു സ്റ്റോക്ക് ഓൾറെഡി സെല്ല് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ സെല്ല് ചെയ്തു. അപ്പൊ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ ഞാനിവിടെ ഒരു ഷോർട്ട് പൊസിഷൻ ടൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അഥവാ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് എത്തുമ്പോൾ 1935 രൂപ എത്തുമ്പോൾ നമുക്കത് തിരിച്ചു വാങ്ങണം. മനസ്സിലാക്കുക, തിരിച്ചു വാങ്ങണം അല്ലെ. അപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ മേലേന്ന് ബൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് ഓർഡറായി യൂസ് ചെയ്യാം? നമ്മൾ ഓൾറെഡി സെല്ല് ചെയ്തേക്കണം അല്ലെ. അപ്പൊ അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇനി നമ്മൾ ടാർജറ്റ് വെക്കുന്നതിലേക്ക് കടക്കാം. അപ്പൊ ടാർജറ്റ് വെക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളൊരു ബൈ പൊസിഷൻ ഇമാജിൻ ചെയ്യാം. മുകളിലേക്ക് പോയാൽ ലാഭം, താഴത്തേക്ക് പോയാൽ നഷ്ടം അല്ലെ, ബൈ പൊസിഷൻ. അപ്പോ അഥവാ പ്രൈസ് നമ്മൾ വിചാരിച്ച പോലെ മുകളിലേക്ക് പോയിട്ട് ഒരു നിശ്ചിത സ്പോട്ടിൽ എത്തുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യണം. അതിന് നമ്മൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? നമ്മൾ ഓൾറെഡി വാങ്ങിയേക്കാണ്, 1000 രൂപയ്ക്ക് വാങ്ങിയേക്കാണ്. 1010 എത്തുമ്പോൾ നമുക്കത് വിൽക്കണം. അതായത് നിലവിൽ ഇപ്പൊ പ്രൈസ് 1000 ആണ്, ലിമിറ്റ് ഓർഡർ. അപ്പൊ ഏത് ഓർഡർ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ടാർജറ്റ് വെക്കാം? നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ടാർജറ്റ് വെക്കും? ഏത് ഓർഡറിന് ടാർജറ്റ് വെക്കും? ലിമിറ്റ് ഓർഡർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാം, എന്നിട്ട് അതിന് ടാർജറ്റ് വെക്കാം അല്ലെ. ഒരു കാര്യം ചെയ്യാം, നമ്മൾ വെറുതെ ഇങ്ങനെ ബൈ ചെയ്ത് സെല് ചെയ്തൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത് റേറ്റ് കുറഞ്ഞ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാം. ഫോർ എക്സാമ്പിൾ ടാറ്റ സ്റ്റീൽ വാങ്ങുന്നു അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വരാം. ജസ്റ്റ് ഒരു ടാറ്റ സ്റ്റീലോ പഞ്ചാബ് നാഷണൽ ബാങ്കോ ഏതെങ്കിലും ചെറിയൊരു സ്റ്റോക്ക് എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരാം അടുത്ത ദിവസത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു? ആദ്യം തന്നെ നമ്മൾ ടാറ്റ സ്റ്റീൽ വാങ്ങുന്നു, 190 രൂപയുണ്ട്. ഇപ്പോഴത്തെ പ്രൈസിന് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ വാങ്ങണം അല്ലെ. മാർക്കറ്റ് ഓർഡർ ഇട്ടു, ബൈ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കി വെച്ചോ, 190 രൂപ 84 പൈസയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ബൈ ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കാണ് കിട്ടിയത് നമുക്ക് പോയി നോക്കാം. പൊസിഷൻസിൽ എന്താണ്? ഓ സോറി ഇൻട്രാഡേ ആക്കിയില്ല. നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളൂ, ടാറ്റ സ്റ്റീൽ മാർക്കറ്റ് ഓർഡർ വാങ്ങുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം. ടാറ്റ സ്റ്റീൽ എല്ലാ ലെറ്റർ അടിക്കേണ്ടി വരും. ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആവണ്ടല്ലോ അല്ലെ, നെറ്റ് സ്ലോ ആവണ്ടെന്ന് ഒരു ഡൗട്ട്. ഓക്കെ, ബൈ. അപ്പൊ നമ്മൾ ബൈ ചെയ്യാണ്, ഇൻട്രാഡേ ആക്കി. ഇവിടെ നോക്കിയപ്പോ 190 പൈസ 90 പൈസയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര പൈസ അവിടെ കാണിക്കുന്നതെന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. മാർക്കറ്റ് ഓർഡർ വാങ്ങാൻ പോവാണേ. ബൈ ബട്ടൺ ആ ശബ്ദം കേൾക്കുമ്പോൾ എത്ര രൂപയാണ് അവിടെ കാണിക്കുന്നതെന്ന് നോക്കാം. 191. അപ്പൊ ഇതിപ്പോ മാർക്കറ്റ് ഓർഡറിനാണ് നമ്മൾ വാങ്ങിയത്. മാർക്കറ്റ് ഓർഡറിന് വാങ്ങുമ്പോൾ അവിടെ കാണുന്ന പ്രൈസിന് നമുക്ക് കിട്ടണമെന്നില്ല, സ്വല്പം മേലെയാണ് നമുക്ക് കിട്ടാം. അത് പലരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ആ കാണുന്ന പ്രൈസിന് തന്നെ നമുക്ക് കിട്ടണമെങ്കിലും നമ്മൾ ലിമിറ്റ് ഓർഡർ ആണ് ഇടേണ്ടത്. കൃത്യം ആ കാണുന്ന പ്രൈസിന് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ലിമിറ്റ് ഓർഡർ ആണ് ഇടേണ്ടത്. മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടും, പക്ഷെ അത് കാണുന്ന പ്രൈസിനാവില്ല, ഒരു 10 പൈസ 20 പൈസ മേലേക്ക് ആയിരിക്കും. സാധാരണ നിലയ്ക്ക് പറയാ, നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സുകൾക്ക് ഏകദേശം 1000 രൂപയ്ക്ക് 30 പൈസ മേലെയാണ് നമുക്ക് കിട്ടുക. മനസ്സിലായോ? അപ്പൊ പല സ്ട്രാറ്റജികളിലും നമുക്ക് ചിലപ്പോൾ ആ കാണുന്ന പ്രൈസിന് തന്നെ കിട്ടുന്ന തരത്തിൽ നമുക്ക് വാങ്ങേണ്ട വരും. അതിന് നമ്മൾ ലിമിറ്റ് ഓർഡർ ആണ് യൂസ് ചെയ്യുക. ഇനി ടാറ്റ സ്റ്റീൽ നമ്മൾ വാങ്ങിച്ചു, അത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കണം. എക്സിറ്റിൽ പോയി നമ്മൾ ബൈ ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക്
എത്ര 2 വാങ്ങിപ്പോയി അല്ലെ, ബൈ ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ ഏത് ഓർഡർ യൂസ് ചെയ്യും? നമ്മൾ പഠിച്ചതാണ് അല്ലെ, SLM ഓർഡർ യൂസ് ചെയ്യും. സെൽ അടിച്ചു, ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പൊ നമ്മള് ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ആ പ്രൈസ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വാങ്ങിയ പ്രൈസിന് തന്നെയാണ് അവിടെ കിടക്കണ്ടായത്. അതുകൊണ്ട് എന്തുണ്ടാവും, അപ്പൊ തന്നെ കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം വാങ്ങാം. ടാറ്റ സ്റ്റീൽ ബൈ ചെയ്തു, ഒരെണ്ണം മാർക്കറ്റ് ഓർഡറിന് ബൈ ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചെറിയ എക്സ്ചേഞ്ചിന്റെ ഭാഗത്തുനിന്നും ബ്രോക്കേഴ്സിന്റെ ഭാഗത്തുനിന്നൊക്കെ ചെറിയ ഡിലേ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ മാർക്കറ്റിലെ സ്വഭാവമാണ്, നിങ്ങൾ സ്വാഭാവികമാണ്. ഏത് ബ്രോക്കർ അടുത്ത് പോയി ട്രേഡ് ചെയ്താലും ചിലപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഇത് ഒരുപാട് സ്ഥലത്തുനിന്ന് പാസ് ചെയ്തിട്ട് വേണം വരാൻ. നമ്മൾ ബ്രോക്കറിന് ഒരു ഓർഡർ കൊടുക്കുന്നു, ബ്രോക്കർ അത് എക്സ്ചേഞ്ചിലേക്ക് ഓർഡർ പാസ് ചെയ്യുന്നു, എക്സ്ചേഞ്ച് അത് എല്ലാ ബ്രോക്കേഴ്സിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ ഈ പറയുന്ന സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറായ ഒരാൾ വീണ്ടും അവരുടെ ബ്രോക്കറിലേക്ക് തിരിച്ച് പാസ് ചെയ്യുന്നു, അത് എക്സ്ചേഞ്ചിലേക്ക് വീണ്ടും പാസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഈ സിസ്റ്റത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. ഇത്രയും സ്പീഡിൽ കിട്ടുന്നതാണ് നമ്മുടെ ഭാഗ്യം. ഒരു 10 വർഷം 20 വർഷം മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടി പോയി എന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ആക്യുറസി ഉണ്ട്. നമ്മളൊരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ മിക്കതും ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡിനുള്ളിൽ കിട്ടാറുണ്ട്. അപ്പൊ ടാറ്റ സ്റ്റീൽ നമ്മളിപ്പോ വാങ്ങിച്ചു. ടാറ്റ സ്റ്റീൽ ഇതില് ചെറിയ ഡിലേസ് ഒക്കെ കാണും, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. എല്ലാ ബ്രോക്കേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ഇട്ട കുറച്ചു നേരം ഓർഡർ എടുക്കും അല്ലെ. ഇത് റിയൽ ചന്തയായിട്ട് നിങ്ങൾ കാണണം. അപ്പോ അതെ അല്ലെ, ഇൻട്രാഡേ എല്ലാം നമ്മൾ ഡെലിവറി ആണ് എടുത്തേക്കുന്നത് അല്ലെ. ആ ഡെലിവറി ഞാൻ ക്യാൻസൽ ചെയ്യാൻ നോക്കിയതാണ്. ഈ ഡെലിവറി ആണ് എടുത്തേക്കുന്നത് ഓൾറെഡി. അപ്പൊ ആ ഡെലിവറി നമ്മൾ ക്യാൻസൽ ചെയ്യാൻ നോക്കിയതാണ്. ഓക്കെ, ടാറ്റ സ്റ്റീൽ ബൈ ഇൻട്രാഡേ കംപ്ലീറ്റഡ്. അപ്പൊ നമുക്ക് എന്തുണ്ടായി, ഇതിലൊരു മിസ്റ്റേക്ക് പറ്റുമ്പോ കണ്ട, ഒരു മിസ്റ്റേക്ക് പറ്റിയ ആ സാധനം നമ്മൾ വിചാരിച്ച കാര്യമല്ല നടക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഇൻട്രാഡേ മാർക്കറ്റ് ഓർഡർ അല്ലെ, നമ്മൾ നേരത്തെ മാർക്കറ്റ് ഓർഡർ ഇട്ടില്ല, ലിമിറ്റ് ഓർഡർ ഇട്ടാ അപ്പൊ അത് എക്സിക്യൂട്ട് ആവില്ല. പിന്നെ നമ്മളൊരു മാർക്കറ്റ് ഓർഡറും കൂടി ഇട്ടിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാലോ, 2 എണ്ണം കുറച്ച് കഴിയുമ്പോൾ മറ്റതും എക്സിക്യൂട്ട് ആവും. നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാണ് ഓർഡറും എക്സിക്യൂട്ട് ആവും. എനിവേ, മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് എക്സിക്യൂട്ട് ആവും. ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ലിമിറ്റ് പ്രൈസിലേക്ക് വരുമ്പോൾ എക്സിക്യൂട്ട് ആവുള്ളൂ. നമ്മൾ ഓർഡേഴ്സിൽ പോയി, അപ്പൊ നമ്മളിവിടെ ഓർഡേഴ്സ് നോക്കി ഒരെണ്ണം ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലെ. പൊസിഷൻസിൽ പോയിപ്പോ ടാറ്റ സ്റ്റീല് ഇപ്പൊ അത് ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ഒരെണ്ണം ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്, ഇപ്പോഴും സ്റ്റിൽ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മോഡിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ മേടിക്കാം. അപ്പൊ ഇവിടെ മാർക്കറ്റ് ആക്കിയാൽ മതി, ലിമിറ്റ് മാറ്റി മാർക്കറ്റ് ആക്കിയാൽ മതി, മോഡിഫൈ കൊടുത്താൽ മതി. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോഴേ പൊസിഷൻസിൽ ഇത് കാണുള്ളൂ, ഒരു ട്രേഡ് ഇവിടെ കാണുള്ളൂ. ഇനി നമുക്ക് അതിന് സ്റ്റോപ്പ് ലോസ് വെക്കാൻ എന്ത് ചെയ്യണം, എക്സിറ്റിൽ പോവാ, നമ്മൾ സ്വിച്ച് ചെയ്യുക, ആദ്യം തന്നെ ഇൻട്രാഡേയിൽ നിന്ന് കൺഫേം ചെയ്യുക, സെല് ചെയ്യുക. അപ്പൊ നമ്മള് ട്രിഗർ പ്രൈസ് അവിടെ കിടന്നാൽ എന്ത് സംഭവിക്കും, അപ്പൊ തന്നെ എക്സിക്യൂട്ട് ആവും. അതായത് ആ വിലയ്ക്ക് തന്നെ വിറ്റ് പോകും. അപ്പം ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻട്രാഡേ ആക്കണം, SLM ആക്കണം, വില മാറ്റണം അല്ലെ. ടാറ്റ സ്റ്റീൽ വില എത്രയാക്കണം, ഇപ്പൊ 191 വാങ്ങിയേക്കണത് 190 ആക്കി. ഇവിടെ പ്രൈസ് മാറ്റിയില്ലെങ്കിൽ അപ്പൊ തന്നെ അത് സെല്ലാവും. സെല്ല് കൊടുത്തു, അപ്പോൾ ഓർഡർ ഈസ് പെൻഡിങ്. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഓർഡർ ഈസ് പെൻഡിങ് അല്ല കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ വില മാറ്റിയിട്ടില്ല, ഡണ്ണ് പോയി. ഇനി നമുക്കൊരു ടാർജറ്റ് വെക്കണ്ടേ, ടാർജറ്റ് വെക്കാൻ എന്ത് ചെയ്യും, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടാർജറ്റ് വെക്കാൻ നമ്മൾ ഏത് ഓർഡർ ഇടും, സെയിം ആയിട്ട് ഈ 3 ഡോട്ടിൽ പോയിട്ട് എക്സിറ്റ് ചെയ്യുന്നു. ഇനി ടാർജറ്റ് വെക്കണം. ഫോർ എക്സാമ്പിൾ 193 ടാർജറ്റ് വെക്കണം എന്ന് വിചാരിച്ചു. നമ്മൾ ഇതിൽ ഏത് ഓർഡർ ഇടും, നമ്മൾ ഓൾറെഡി വാങ്ങിച്ചേക്കാണ് അല്ലെ. ഇനി നമുക്ക് എന്താ വേണ്ടത്, വിൽക്കണം. ഇപ്പൊ പ്രൈസ് എത്രയാണ്, 191. നമുക്ക് എത്രയ്ക്കാണ് വിൽക്കേണ്ടത്, 193 ആയാല്. അപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ മേലേന്ന് വിൽക്കാൻ നമ്മൾ ഏത് ഓർഡർ, ലിമിറ്റ് അല്ലെ. ലിമിറ്റ് ഓർഡർ ഇടാം, സെല്ല് കൊടുക്കാം. അപ്പൊ ഓർഡർ പെൻഡിങ് എന്നാണോ കാണിക്കുക, കംപ്ലീറ്റഡ് എന്നാണോ കാണിക്കുക, പെൻഡിങ്. കാരണം എന്താ, പ്രൈസ് എപ്പോഴാണോ 193 എത്തുന്നത് എപ്പോഴാണ് വിറ്റ് പോകുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് എടുത്തിട്ട്, ഒരു ചെറിയ സ്റ്റോക്ക് നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്ക് എടുത്തോളൂ കേട്ടോ. ടാറ്റ സ്റ്റീലോ പഞ്ചാബ് നാഷണൽ ബാങ്കോ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം സ്പ്രെഡ് കുറയും.
ചെറിയ സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പ്രെഡ് കൂട്ടും. നിഫ്റ്റി 50 സ്റ്റോക്കുകൾക്ക് സ്പ്രെഡ് കുറയും. അപ്പോൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴുള്ള ഒരു രൂപ വ്യത്യാസം. അപ്പോൾ ഇതൊരു 100 രൂപയുടെ സ്റ്റോക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 200 രൂപയുടെ സ്റ്റോക്ക് എടുത്തിട്ട് നിങ്ങൾ പല പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ക്ലിയർ ആയിരുന്നു? സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും ടാർഗറ്റ് വെക്കുന്നതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ നമ്മളത് ഓൾറെഡി ഇപ്പൊ വിൽക്കണം എന്ന് വിചാരിച്ചോ നമുക്ക്. അപ്പൊ വിൽക്കണം എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യണം? നമ്മള് ആദ്യം തന്നെ ഇവിടെ പോയിട്ട് സെൽ ചെയ്യാൻ നിൽക്കണ്ട. ഇതില് സൗണ്ട് ഒന്ന് കൂട്ടാവോ? വളരെ ലോ ആയിട്ടാണല്ലോ കേൾക്കുന്നത്. സൗണ്ട് കുറവാണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? സൗണ്ട് കുറവാണോ? ഇല്ല ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് ഇവിടെ കുറവായിട്ടാ കിട്ടുന്നത്, അതാണ് പറഞ്ഞത്. അതെ, ഇവിടെ ഓക്കെയാണ്. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ അവിടുത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ടാവാം, ചിലപ്പോൾ ഫോണിന്റെ സ്പീക്കറിന്റെ സൗണ്ട് കുറച്ച് വെച്ചുകൊണ്ടാവാം. ഒന്ന് ചെക്ക് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം ബേസിക് ഓർഡർ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കുന്ന എക്സിക്യൂഷൻ നമ്മൾ വളരെ ഫ്ലുവന്റ് ആയതിനു ശേഷം പതുക്കെ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇതിനിടയ്ക്ക് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മിക്കതും അത് കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് മനസ്സിലാവാത്തതെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ, മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലെ. അപ്പൊ സ്ട്രാറ്റജി നിങ്ങൾക്ക് തറായി, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, ടാർഗറ്റ് വെക്കണം എന്നുള്ളത് തറായി എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ഇത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് സെല്ല് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ താഴെയുള്ള പ്രൈസിനാണ് നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ SLM ഓർഡർ വെക്കണം. മേളിലുള്ള പ്രൈസിനാണ് നമ്മൾ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ടാർഗറ്റ് വെക്കുന്നതെങ്കിൽ നമ്മൾ ലിമിറ്റ് ഓർഡർ വെക്കണം. ഇനി നമ്മൾ നേരെ തിരിച്ച് ഓൾറെഡി സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കുക? മേലെയാണ് വെക്കുക. അപ്പൊ മേലെയുള്ള ഒരു പ്രൈസിന് നമ്മൾ തിരിച്ചു വാങ്ങാണ്. മേലെയുള്ള ഒരു പ്രൈസിന് നമ്മൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി നമ്മൾ ഏത് ഓർഡറാണ് യൂസ് ചെയ്യുക? SLM ഓർഡറാണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ടാർഗറ്റ് എങ്ങനെയാണ് വെക്കുക? ലിമിറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് കാര്യം ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ഫോം ആയിട്ട് എഴുതാം. സ്റ്റോപ്പ് ലോസ് വെക്കാൻ SLM ഓർഡർ, ടാർഗറ്റ് വെക്കാൻ ലിമിറ്റ് ഓർഡർ. ഇനി ഇതിന്റെ ഉള്ളിലുള്ള SL ഓർഡർ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ പതുക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി തന്നെ പലതരത്തിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ഒരു ട്രേഡ് എടുക്കാം. ചാർട്ട് അനലൈസ് ചെയ്തിട്ട് കൂടുതൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്സുകൾ നോക്കിയിട്ട് എടുക്കാം. പ്രീ മാർക്കറ്റ് അനാലിസിസും അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. നമ്മൾ വെറുതെ ഒരു സ്റ്റോക്ക് ആദ്യത്തെ 15 മിനിറ്റിന്റെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് എടുക്കുന്നേക്കാളും നമ്മൾ ഓൾറെഡി ഓരോ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തിട്ട് അത് ഇന്ന് മുകളിലേക്കാണോ താഴ്ത്തേക്കാണോ പോകാൻ സാധ്യത, ട്രെൻഡ് എങ്ങോട്ടാണ്, ആക്ച്വലി മുകളിലേക്കാണോ താഴ്ത്തേക്കാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് അഡാനി പവർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് അല്ലെ. അപ്പൊ അഡാനി പവറിന്റെ ഇന്നിപ്പോ ആദ്യത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ബാരിഷ് മറോസും ആയിരുന്നു അല്ലെ. അപ്പോ ഇത് താഴ്ത്തേക്ക് ഓൾറെഡി ട്രെൻഡ് താഴ്ത്തേക്കാണ് അല്ലെ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ചതായിരിക്കും അല്ലെ. പ്രീവിയസ് സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴ്ത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത സപ്പോർട്ട് എടുക്കുന്നത്, സപ്പോർട്ടുകൾ നമുക്ക് ഒരു ഗ്രീൻ കളറിലായിട്ട് മാർക്ക് ചെയ്യാം. അടുത്ത സപ്പോർട്ട് എടുക്കുന്നത് എവിടെയാണ്? ഒരുപാട് താഴേക്ക് പോകാനുണ്ട് അല്ലെ, ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതേ സ്ട്രാറ്റജി തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റബിലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. അപ്പൊ മാർക്കറ്റ് സ്ട്രക്ചർ, അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ട്രെൻഡ് ലൈന് അല്ലെ. ട്രെൻഡ് ലൈൻ കണ്ടോ? ട്രെൻഡ് ലൈൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഇതേ സ്ട്രാറ്റജി തന്നെ ചെയ്താൽ കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടും. ഈ സ്ട്രാറ്റജി നിങ്ങൾ വെറുതെ ചെയ്താൽ ഒരു 55% വിന്നിങ് റേറ്റ് ഉള്ളത് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ 60% വിന്നിങ് റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷെ അതിനെ തന്നെ 55-ൽ നിന്ന് 60-ലേക്ക് കൊണ്ടുവരണമെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചും മാർക്കറ്റ് സ്ട്രക്ചർ ടൈപ്സിനെ കുറിച്ചും ഇതുപോലെയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻസ്, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ഈ ഓർഡർ ടൈപ്സുകളും അതുപോലെ തന്നെ ഈ ബേസിക് സ്ട്രാറ്റജിയും നിങ്ങൾ തറായിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇതിന്റെ അഡ്വാൻസ് ഫോമുകൾ പതുക്കെ ഡിസ്കസ് ചെയ്യാം അല്ലെ. ഇത് നല്ല ലക്ഷണമൊത്ത ഒരു ട്രേഡ് ആയിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ ഈ ഒരു ട്രേഡ് ചെയ്യണമെങ്കിൽ ഇതെന്താണ്, വളരെ ലക്ഷണമൊത്ത തരത്തില് 2 മതിലുകൾക്കുള്ളിൽ
ഒരു ഫുട്ബോൾ വെച്ച് പാസ് ചെയ്യണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തത്തി കളിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഹയസ്റ്റ് പോയിന്റിലാണ് അടിച്ചിട്ട് താഴ്ത്തേക്ക് വരുന്നുണ്ടായിരുന്നത്. അപ്പൊ നല്ല ഡൗൺ ട്രെൻഡിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ബാരിഷ് മർബസ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്കത് വിജയിക്കാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ സർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? നമ്പർ കോണ്ടാക്ട് ചെയ്തോളൂ. ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്? അത് ഞാൻ കണ്ടു. പക്ഷെ സാറിന്റെ പേര് മാത്രമേ കാണുള്ളൂ, നമ്പർ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആണോ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അത് നിങ്ങൾ കോർഡിനേറ്റ്സിന് അടുത്ത് ജസ്റ്റ് ഒന്ന് നമ്പർ ചോദിക്കാം. നമ്പറിലേക്ക് വിട്ടാലും മതി, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇട്ടാലും മതി, അല്ലെങ്കിൽ നമ്മുടെ 95 ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലൊരു വോയിസ് ആയിട്ട് വിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. നമ്മൾ ഈ ഡൗട്ട് ക്ലിയറിംഗിന് വേണ്ടിയിട്ടാണ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആക്ച്വലി ഓപ്പൺ ചെയ്തേക്കുന്നത്, ടി ഡിസ്കഷൻ. അപ്പൊ സ്റ്റുഡൻസിന് എന്തെങ്കിലും ലൈവായിട്ട് ഡൗട്ട്സ് വരുമ്പോൾ അതിൽ വോയിസ് ഇട്ടിടുക. അപ്പൊ നമ്മൾ പല മെന്റേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ അത് ആരെങ്കിലും ഒക്കെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തന്നോളും. നമ്മുടെ സ്പെസിഫിക് ഇൻട്രാഡേ ബേസിക് ലൈവ് എന്റെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ 95 ബാച്ച് എന്നുള്ള നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ വോയിസ് ആയിട്ട് വിടുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വെൻസ്ഡേ കാണാം കേട്ടോ. മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ ഉള്ളവർക്ക് നിൽക്കാം, ചോദിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. അപ്പൊ മാക്സിമം ജനറൽ ഡൗട്ട്സ് സെക്ഷന് ശേഷം നമുക്ക് ചോദിക്കാം. ഓക്കെ, പറഞ്ഞു. അത് വേറെ ബ്രോക്കേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ ഡെലിവറി എടുക്കുകയാണെങ്കിലും ഇത് സാറ് പറഞ്ഞ മാതിരി പൊസിഷനിലല്ല കാണിക്കണേ. ഒരു ഷെയർ ഹോൾഡിംഗ്സിലോട്ട് 2 ദിവസം കഴിഞ്ഞാലല്ലോ മാറുള്ളൂ. അതെ അതെ, നമ്മളൊരു സ്റ്റോക്ക് ഡെലിവറി എടുക്കുകയാണെങ്കിൽ T+2 ട്രേഡിംഗ് ഡേ +2 ഡേയ്സിനുള്ളിലാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അപ്പോഴാണ് അത് അവിടെ റിഫ്ലക്ട് ചെയ്യുള്ളൂ പ്രോപ്പറായിട്ട്. അതായത് സാർ എന്ന് പറഞ്ഞതിന്റെ മൊത്തം ഒരു ക്ലാസ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ആദ്യം ഓർഡർ എടുക്കണം, ആ ഓർഡർ കംപ്ലീറ്റ് ആയോ നോക്കണം, പിന്നെ അത് പൊസിഷനിൽ പോകണം. പൊസിഷനിൽ പോയിക്കാണെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയ ഒരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യണം. അതല്ല സാർ എന്ന് പറഞ്ഞത് ഓർഡർ മനസ്സിലായതാണ്. കാരണം പറഞ്ഞില്ല, നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് അതില്. ഓക്കെ, ഇൻട്രാഡേ പക്ഷേ സാറ് പറഞ്ഞത് ഹോൾഡിംഗ്സിലോട്ട് ഡയറക്റ്റ് പോകുന്നപ്പോ ഞാൻ എന്റെ അപ്സ്റ്റോക്സിലാണ് ആ പറഞ്ഞത് ചോദിച്ചത് ഞാൻ. അതെ അതെ, സിമിലർ ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയായിരിക്കും അപ് സ്റ്റോക്കിലും. ചില ടേംസുകൾക്ക് ചില വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ചിലപ്പോ ഇൻട്രാഡേ എന്ന് കാണിക്കുന്നുണ്ടാവും, അപ് സ്റ്റോക്കിൽ ചിലപ്പോ MIS എന്നാവും കാണിക്കുക. ഇൻട്രാഡേയുടെ ഒരു പര്യായമാണ് മാർജിൻ ഇൻട്രാഡേ സ്ക്വയർ ഓഫ് MIS. ചെറിയ പേരുകൾ വ്യത്യാസം. ഓൾറെഡി 2 അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഓക്കെ, അപ്പൊ ഇനി അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് സ്റ്റോക്സ് എടുക്കാൻ ഇനി കഴിയൂല. അതുകൊണ്ടേ അത് കുഴപ്പമില്ല. നമുക്ക് ഒരു ആൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വെച്ചിട്ട്, ഒരു പാൻ കാർഡ് വെച്ചിട്ട് എത്ര ഡിമാറ്റ് അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റോക്കിലും സറോദയിലും അക്കൗണ്ട് ഉണ്ടെങ്കിലും ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ മാക്സിമം ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ നോക്കുക. കാരണം നമ്മളൊരു ടെർമിനൽ എല്ലാവർക്കും കൂടി ഫോളോ ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. അതൊരു 15 മിനിറ്റിന്റെ പ്രോസസ് ഉള്ളൂ KYC എന്ന് പറയുന്നത്. നിങ്ങൾ ലാപ്ടോപ്പ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റിന്റെ KYC പ്രോസസ് ഉള്ളൂ. 24 hours നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് അതിന്റെ ആക്സസ് ID-യും പാസ്വേഡും വരും. ഓക്കെ, സാർ ഒരു ചെറിയ കാര്യം, ഇപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ഓർഡേഴ്സ് എല്ലാം തന്നെ അതിന്റെ വാലിഡിറ്റി ഇൻട്രാഡേ തന്നെയല്ലേ ഉള്ളൂ? ഒന്നും നെക്സ്റ്റ് ഡേയിലേക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അത് ക്യാൻസൽ ചെയ്ത് കളയണമെന്നില്ല. പക്ഷെ പ്രൈസ് വീണ്ടും അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു സെൽ എൻട്രി ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സാധാരണ ടാർഗറ്റ് അടിച്ച സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്, സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ വാലിഡിറ്റി ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് ഇൻട്രാഡേക്ക് മാത്രം, അപ്പൊ സ്വിങ്ങിന് ഇത് ബാധകമല്ല. ഓക്കെ, സ്വിങ്ങിന് സ്റ്റോപ്പ് ലോസ് നമുക്ക് ബേസിക്കലി വെക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് പിറ്റേ ദിവസം ക്യാപ് അപ്പിലും ക്യാപ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്യാലോ. അപ്പൊ ഓരോ ദിവസവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്കത് ട്രേഡിംഗ് വ്യൂവിൽ ഒരു അലേർട്ട് ആയിട്ട് വെച്ചിട്ട് ആ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യാണ് ചെയ്യാറ് സ്വിംഗ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും ഈ ട്രേഡിംഗ് വ്യൂവിൽ അലേർട്ട് വെക്കുന്നതും നമ്മുടെ ബ്രോക്കറിൽ അലേർട്ട് വെക്കുന്ന രണ്ടും ചെയ്യാലോ? വേണ്ട, ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഒരു സേഫ്റ്റിക്ക് രണ്ടും വെച്ചാൽ നല്ലതാണ്. കാരണം ഈ ആപ്പിന്റെ ഇഷ്യൂ കൊണ്ടൊക്കെ ചിലപ്പോൾ അടിക്കാതിരിക്കാം. നോട്ടിഫിക്കേഷൻസിന്റെ പെർമിഷൻ, അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം. നമ്മൾ സൗണ്ട് അറിയാതെ കുറച്ച് വെക്കുക. അപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ എപ്പോഴും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ വേറെ യൂസ് ചെയ്യാം.
അതിൽ ട്രേഡിംഗ് എന്താ പറയാ ആപ്പും അതിൽ നോട്ടിഫിക്കേഷൻസും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ബെല്ലടിക്കില്ല, വലിയ ട്രേഡ് ചെയ്യണമെങ്കിൽ വലിയ ലോസ് വരും. ഓക്കെ മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മളൊരു 1 lakhനേക്കാളും എബോവ് എമൗണ്ടിന് ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു സെക്കൻഡറി ഫോൺ അതിനുവേണ്ടി യൂസ് ചെയ്യാന്നുള്ളത് ഒരു നല്ല ട്രേഡിംഗ് ഹാബിറ്റ് ആണ്. അപ്പോൾ അലേർട്സുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അത് നമ്മൾ ഒരിക്കലും സൈലൻസിൽ ഇടണ്ട. അത് നമ്മുടെ മറ്റേ കീശയിൽ കിടന്നോളും. നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അറിയാതെ പോവില്ല. അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് 2-3 അലേർട്സുകളെ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ബ്രോക്കറുടെ ടെർമിനലിൽ നമുക്ക് അൺലിമിറ്റഡ് അലേർട്സ് വെക്കാം. അതെ. പക്ഷെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ബ്രോക്കർ ഞാൻ കണ്ടിരിക്കുന്ന അവര് ചിലപ്പോ ഇമെയിൽ അയക്കും. അപ്പൊ ഇമെയിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ഈ ബ്രോക്കറുടെ ആപ്പ് നമ്മുടെ ആൻഡ്രോയിഡിൽ ഉണ്ടാവുമല്ലോ, അതുമ്പോ പ്രസ് ചെയ്തിട്ട് അതിന്റെ ആപ്പ് ഇൻഫോർമേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് സൗണ്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു റിംഗ്ടോണും സെറ്റ് ചെയ്യാം. ഓക്കെ, ഫോൺ സെറ്റിംഗ്സ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ട്രേഡിംഗ് വ്യൂവിൽ അലേർട്ട് വെക്കുന്നത് വളരെ ഈസിയാണ്. 1 millisecond അലേർട്ട് എന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഓൾട്ട് പ്ലസ് എ അടിച്ച എൻ്റർ അടിച്ച അലേർട്ടായി. പക്ഷെ നമ്മുടെ ആക്ച്വൽ സെറോദ സ്റ്റോക്ക് പോലെയുള്ള ബ്രോക്കറുടെ ടെർമിനലിൽ അലേർട്ട് വെക്കണമെങ്കിൽ നമ്മൾ അലേർട്ടിൽ പോകണം, അതിൽ പ്രൈസ് അടിച്ചു കൊടുക്കണം, ഹയർ ദാൻ ഓർ ലോവർ ദാൻ എന്നുള്ളത് അടിച്ചു കൊടുക്കണം. കുറച്ച് ഇൻകൺവീനിയന്റ് ആണ്. ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ മൗസ് വെച്ചിട്ട് ഓൾട്ട് എ അടിച്ച അലേർട്ടായി. ഓക്കെ മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മടി വിചാരിക്കേണ്ട. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് വോയിസ് ആയിട്ട് ഇട്ടോ. നിങ്ങൾ ഓർമ്മയിൽ വരുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലൊക്കെ അത് കാണുമ്പോൾ അത് റിപ്ലൈ തരാം, അല്ലെങ്കിൽ ഓർത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ അതിന് റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.